സോ ഐ ഹാവ് ടു ആസ്ക് യു, ഇത് പറയുന്നുണ്ട് അപ്പൊ ഗുഡ് എയറിൽ കെമിക്കൽസ് അങ്ങനെ ഒന്നുമില്ല നോക്കാൻ എന്തിനാ എക്സ് 2025 പാറ്റന്റ് കിട്ടി, 2026 ATIAC കിട്ടി. നമ്മുടെ ടോയ്ലറ്റ് ഉണ്ടല്ലോ, അതിനേക്കാളും ഡേഞ്ചർ ആണ് കാറിന്റെ ഉള്ളിലത്തെ അവസ്ഥ എന്നുള്ളത്. നിങ്ങളാണ് ഇത് ഒരുമിച്ച് പണ്ട് കോളേജിൽ പ്ലാൻ ഇട്ടത്. നിങ്ങൾക്ക് 90% കാര്യങ്ങളും ഓൺലൈനിൽ പഠിക്കാൻ പറ്റും. കേരളത്തിലെ ഒരു ബിസിനസ്സുകാരൻ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? പറഞ്ഞു പക്ഷേ നീ സൂക്ഷിക്കണം. ഇതിൽ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? ബുദ്ധിമുട്ടാണോ ഒരു പേറ്റന്റ് എടുക്കാൻ? ഈ എയർ ഫ്രഷ്നർ, എയർ പ്യൂരിഫയർ, ഇതാണ് ആളുകൾക്ക് വളരെ കൺഫ്യൂഷനൈസ് ആണ്. താങ്ക് യു, ഹാവ് എ ഗുഡ് എയർ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ രഞ്ജനി ഹരിദാസ്. വെൽക്കം ടു റൂട്ടഡ് ഫ്രം വെയർ ഇറ്റ് ഓൾ ബിഗാൻ. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഒരു പുതിയ ഷോ ഫോമാറ്റ് തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. പക്ഷേ ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും കൂടെയുള്ള എല്ലാ കോൺവെർസേഷൻസും ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നു. ബിക്കോസ് അവരെല്ലാവരും തന്നെ വളരെ വ്യത്യസ്തരാണ്, അവരുടെ യാത്രകൾ ഡിഫറെൻ്റ് ആണ്. ആൻഡ് അവരിൽ നിന്നും ഞാൻ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ജേർണി നടത്തിയ ഒരു വ്യക്തിയാണ് ഇന്ന് എൻ്റെ എപ്പിസോഡിൽ ഗസ്റ്റായി എത്തിയിരിക്കുന്നത്. ആൻഡ് ഐ കാൺട്ട് വെയിറ്റ് ടു ഇൻട്രൊഡ്യൂസ് ഹിം ആൻഡ് ഹിസ് ബ്രാൻഡ്. കേരളത്തിൽ നിന്നും തുടങ്ങിയ ഒരു ഐഡിയ, അത് വളരെ പോപ്പുലറായ ഇ കോമേഴ്സ് സൈറ്റ്സ് ആയ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ജിയോമാർട്ടിൽ നിന്നും ഒക്കെ ഏറ്റവും മികച്ച ബ്രാൻഡ് ആയി പേരുകേട്ട ഒന്നായി മാറി. ഒരു സാധാരണ പ്രോഡക്റ്റ് അല്ല കേട്ടോ, ഇന്ത്യൻ ഗവൺമെൻറ് പേറ്റന്റ് നൽകിയ ഒരു പ്രോഡക്റ്റ് ആണ്. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ സെക്ഷൻ 80 അംഗീകാരവും ഈ പ്രോഡക്റ്റ് നേടിയിട്ടുണ്ട്. ദ ബ്രാൻഡ് ഐ എം ടോക്കിംഗ് അബൌട്ട് ഈസ് ഗുഡ് എയർ പ്യൂരിഫയർ. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് പ്രോഡക്റ്റിനെ കുറിച്ച് മാത്രമല്ല, പക്ഷേ ഒരു ഐഡിയയെ എങ്ങനെ വിജയകരമായ ഒരു ബ്രാൻഡ് ആക്കി മാറ്റാം എന്ന യാത്രയെക്കുറിച്ചാണ്. ആൻഡ് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ വേണ്ടി വി ഹാവ് ദ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് Good Air Purifier. Let's welcome Mohammed Shafiq. Welcome to Rooted. ഞാൻ എൻ്റെ ഏറ്റവും ആദ്യത്തെ കൺഫ്യൂഷൻ തന്നെ ഞാൻ ഇവിടെ ചോദിച്ചു തീർക്കാം. MSK എന്ന് വിളിക്കണോ, മുഹമ്മദ് എന്ന് വിളിക്കണോ, ഷഫീഖ് എന്ന് വിളിക്കണോ? ഷഫീഖ് എന്ന് വിളിക്കാം. ഓക്കെ, MSK എന്ന് പറയുന്നത് സ്നേഹത്തോടെ എല്ലാവരും വിളിക്കുന്നതാണോ? അത് ഷോർട്ട് ഫോം, മുഹമ്മദ് ഷഫീഖ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആക്കി വിളിക്കും. മുഹമ്മദ് ഷഫീഖ് കൂനുങ്ങൽ. ഓക്കെ, കെ കിട്ടിയില്ല. കൂനുമൽ. എവിടെയാ, വേർ ആർ യു ഫ്രം? എവിടുന്ന് വരുന്നു മുഹമ്മദ് ഷഫീഖ്? ഐ വോണ്ട് ടു നോ. നമ്മൾ ഗുഡ് എയറിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് അതിന്റെ ഫൗണ്ടറും ഡയറക്ടറും ഒക്കെ ആയ ഷഫീഖിനെ കുറിച്ച് സംസാരിക്കണം. ടെൽ us more about you, because എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ സ്ഥലം തൃശ്ശൂരാണ്. എല്ലാ ബിസിനസ്സുകാരും തൃശ്ശൂരാണല്ലോ. ഒരുവിധം. തൃശ്ശൂർ വെള്ളർക്കാട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമം, അവിടെയാണ് സ്ഥലം. അതാണ്, അവിടെ നിന്നാണ് വരുന്നത്. കുടുംബത്തിൽ എന്തെങ്കിലും ബിസിനസ് പരമായ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? കുടുംബത്തിൽ ഇല്ല, ബിസിനസ് പരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നുമില്ല. പിന്നെ എങ്ങനെ ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഇത്രയും ഓൺലൈൻ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോംസിൽ ഓൾമോസ്റ്റ് ടോപ്പിൽ നമ്പർ 1 അല്ലെങ്കിൽ ടോപ്പ് 5 നിൽക്കുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു ഫൗണ്ടറായി ഇന്ന് ഷഫീഖ് എത്തിയെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. ഹൗ ഡിഡ് യു? ഞാൻ പഠിച്ചതൊക്കെ ഒരു ഗവൺമെൻറ് സ്കൂളിലാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ അത്യാവശ്യം നന്നായി പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് +1 +2 നമ്മൾ സയൻസ് എടുത്തു. അപ്പോൾ എനിക്ക് കുറച്ചൊന്ന് അത്രയധികം 10ാം ക്ലാസ് പെർഫോം ചെയ്യുന്ന അത്ര പെർഫോം ചെയ്യാൻ പറ്റിയില്ല, സയൻസ് ആയതുകൊണ്ട്. അതുകൊണ്ടാണ് ബുദ്ധിയുള്ളൊരു കോമേഴ്സ് എടുക്കും. അതെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്തെങ്കിലും പിന്നെ അങ്ങനെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ എന്താവണം എന്നുള്ളതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. എന്ത് ചെയ്യണം, ഏത് ജോലി എടുക്കണം, ആകെ കൂടിയിട്ടുള്ളത് ഡോക്ടറാവാം, എഞ്ചിനീയർ ആവാം, അങ്ങനെയുള്ളൊരു സംഭവമുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ എഞ്ചിനീയറിങ് എടുക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ വിചാരിച്ചതല്ല, എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു എഞ്ചിനീയറിങ് നല്ല പരിപാടിയാണ്. അല്ലല്ല, വീട്ടുകാർ എന്നെ ശ്രദ്ധിക്കാറേ ഇല്ല. വീട്ടുകാർക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല. നമ്മളെ വീട്ടിൽ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ എന്നൊന്നും ചോദിക്കുന്ന വീടല്ല എൻ്റെ. അങ്ങനെ നമ്മൾ തൃശ്ശൂർ PC തോമസ് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല, ഞാൻ സയൻസ് അല്ലല്ലോ, ഞാൻ കോമേഴ്സ് അല്ലേ. സ്കൂളിൽ പഠിച്ച സമയത്ത് ഈ PC തോമസിന്റെ കോച്ചിങ് ക്ലാസ് അല്ലേ, അതിന് പോവാത്ത ഒരു ഇങ്ങനത്തെ സ്റ്റുഡന്റും ഇല്ല. പോയില്ലെങ്കിൽ അതെന്തോ കുറച്ചില്ല. പക്ഷെ ഞങ്ങളൊരു 3 ഫ്രണ്ട്സാ പോയത് ഈ PC തോമസിന്റെ ക്ലാസ്സിൽ. എന്നിട്ട് ഇവിടെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവര് എല്ലാ ദിവസവും എക്സാം ഉണ്ട്. ഈ എക്സാമിനനുസരിച്ചിട്ട് ടോപ്പിലുള്ളവരുടെ ഫ്രണ്ടിലേക്കും ബാക്കിയുള്ളവരുടെ ബാക്കിലേക്ക് ഇരുത്തുന്ന ഒരു പരിപാടി ഉണ്ട്.
അപ്പോൾ ഞങ്ങൾ മൂന്നാളും ഫസ്റ്റ് ഒരുമിച്ചായിരുന്നത്. ആ. പിന്നെ ഇവർ രണ്ടാളും ഫ്രണ്ടിലെത്തി, ഞാൻ പിന്നെ ലാസ്റ്റിലെത്തി. നൈസ്. അപ്പോൾ പിന്നെ നമുക്ക് ബോറടിച്ചപ്പോൾ ഞാൻ അവിടെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ നാട്ടിലൊരു കോളേജുണ്ട്, വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട്. ഞാൻ അവിടെയാണ് ബിടെക് ചെയ്തത്. അങ്ങനെ ഒരു ദിവസം അവിടെ പോയി, വെറുതെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പോയ സമയത്ത് അവിടെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ കോളേജിൽ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ശരിക്കും ക്ലാസ് കട്ട് ചെയ്ത് പോയതാണ് അങ്ങോട്ട്. അങ്ങനെ അവിടെ എത്തി, അവിടെ ചെന്ന സമയത്ത് ഇങ്ങനെ ഈ അഡ്മിഷൻസ് നടക്കുന്ന സമയത്ത് നമുക്ക് OBC കോട്ട എന്ന് പറഞ്ഞിട്ടുള്ള അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്. അങ്ങനെ ഒരു കോട്ടയിൽ എത്ര 520ാമത്തെ നമ്പർ എൻ്റെ മുന്നിൽ വിളിച്ചവരൊന്നും ഇല്ല അവിടെ. അങ്ങനെ അങ്ങനെ കിട്ടി എനിക്ക്. അങ്ങനെയാണ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഞാൻ എടുക്കുന്നത്, ബിടെക്. ഞാൻ എടുക്കുന്നതല്ല, അവർ തന്നത്, ഞാൻ സ്വീകരിച്ചു, അങ്ങനെ വേണമെങ്കിൽ പറയാം. നിമിത്തം അങ്ങനെ അവിടെ പഠിക്കാൻ ആരംഭിച്ചു. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഞാൻ അന്ന് എനിക്കിതിനെ പറ്റി വലിയ നോളജ് ഇല്ല, ഇതിലെന്താ നടക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ആണല്ലോ, അപ്പോൾ കമ്പ്യൂട്ടറിനെ പറ്റിയിട്ടൊക്കെ ഉള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. ഇത് ഏത് വർഷമായിരുന്നു? ഇതൊരു 2008 2007 കാലഘട്ടം. അപ്പോൾ കമ്പ്യൂട്ടറിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, നമ്മൾ ഹാർഡ്വെയറോ സോഫ്റ്റ്വെയർ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ക്ലാസ് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കമ്പ്യൂട്ടറിനെ പറ്റിയിട്ട് ഒന്നും അവർ പറയണില്ല, മാത്സ് ആണ്, മറ്റേ അങ്ങനെയുള്ള ഫുൾ കാര്യങ്ങൾ, കാൽക്കുലേഷൻ, ഇൻ്റഗ്രേഷൻ. അപ്പോൾ മനസ്സിലായി പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ പഠിക്കുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞാൽ നമുക്ക് ഈ മാനേജ്മെൻറ്റ് സീറ്റാണ് കിട്ടിയത് എനിക്ക്. അപ്പോൾ അത്യാവശ്യം ഫണ്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പകുതിക്ക് വെച്ച് നിർത്തി വരാനും പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ നമുക്ക് പഠിക്കേണ്ടി വന്നു, കാശ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടി വന്നു. എന്നിട്ട് അത് എന്താ പറയുക, ഒരു സെക്കൻഡ് ഇയറൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതല്ല എൻ്റെ ഏരിയ, ഇതല്ല, ഞാൻ ഇത് പഠിച്ചിട്ടും എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ C++, ജാവ ഈ പരിപാടിയൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ABCD ഇതിൻ്റെ മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി എനിക്ക് എഴുതാനൊക്കെ കുറച്ച് കഴിവുണ്ട്. ഇന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. സിനിമയിലേക്ക് പോയോ? സെക്കൻഡ് ഇയർ മുതൽ നല്ല രീതിയിൽ സിനിമയുടെ പിന്നാലെ നടക്കുന്നു, തിരക്കഥാകൃത്തായിട്ട്. അങ്ങനെ കഥയൊക്കെ ഇങ്ങനെ എഴുതുന്നു, പല ആളുകളെ പല സ്ഥലങ്ങളിൽ, നമുക്ക് കണക്ഷൻ ഇല്ലല്ലോ, ഓരോ ആളുകളെ കണക്ട് ചെയ്തിട്ട് പോകുന്നു. അങ്ങനെ ഒരു തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഒക്കെ ആയ സമയത്ത് എനിക്ക് അറ്റൻഡൻസ് ഷോർട്ടേജ് വന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രിൻസിപ്പൾ ഉണ്ട്, തേർഡ് ഇയറിലാണ് തോന്നുന്നുണ്ട്, സുബ്രഹ്മണ്യം. അദ്ദേഹം നല്ല മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, അതായത് ഞാനങ്ങനെ ക്ലാസ്സിൽ വരാത്തത് മാത്രമല്ല, നമ്മൾ സുഹൃത്തുക്കളും അത്ര നല്ല ആൾക്കാരായിരുന്നില്ല കോളേജിൽ. അപ്പോൾ ഈ സുഹൃത്തുക്കൾ മാത്രമാണോ താങ്കളും ഞാൻ ഉൾപ്പെടുന്ന. അങ്ങനെ ഇദ്ദേഹം ഈ പ്രിൻസിപ്പൾ പലതവണ എന്നെ വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അറ്റൻഡൻസ് ഇല്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ പ്രിൻസിപ്പൾ വിളിപ്പിച്ചു, അതായത് അറ്റൻഡൻസ് കൊടുത്തു, എന്നെ മാത്രം അവിടെ പൊട്ടിച്ച്, അതായത് നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാനെന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ താഴെയുള്ള ജൂനിയേഴ്സിൻ്റെ കൂടെ പഠിക്കേണ്ടി വന്നു എനിക്ക് വീണ്ടും. ഒരു വർഷം ഭയങ്കര അഭിമാന പ്രശ്നമാണ്. പിന്നെ ഞാൻ അവരെ ഒന്നും ചെയ്തിട്ടില്ല, ചിലർ റാഗിങ് ഒക്കെ ചെയ്തിട്ടുള്ള ഓരോ കാര്യം പറയണ്ട. പിന്നെ അങ്ങനെ ഞാൻ വീണ്ടും ഒരു ഡൗൺ ഇതായി. അപ്പോഴും നമ്മൾ സിനിമയുടെ പിന്നാലെ തന്നെയാണ് നടക്കുന്നത് മെയിനായിട്ട്. നടന്നിട്ട് ഒരു 1-2 പ്രൊജക്റ്റുകൾ നമ്മൾ എഴുതുന്നത് കൊടുത്തപ്പോൾ അത് വേറെ സിനിമയായിട്ട് വന്നു. അതിൻ്റെ കണ്ടന്റ് എടുത്തിട്ട് വേറെ സിനിമയായി. പിന്നെ വേറൊരു ദുരന്തം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമയിൽ അവസാന മൊമെൻറ്റിൽ നമ്മൾ റീപ്ലേസ് ആയി. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ട്രാജഡി ടൈമാണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എഗെയിൻ നമ്മൾ ഈ സിനിമ ഇങ്ങനെ പല സിനിമകളും ഇങ്ങനെ റിലീസാവുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരും. അതായത് ഇതൊക്കെ ആ സിനിമ പൊട്ടും അല്ലെങ്കിൽ ഫ്ലോപ്പ് ആവുന്ന സമയത്ത് ഇതിലും നല്ല സാധനം നമ്മളതിൽ ഇരുന്നിട്ട് പോലും നമുക്ക് പറ്റുന്നില്ല. ഇതിപ്പോൾ ഞാൻ മാത്രമല്ല, ഇപ്പോൾ ഈ മേഖലയിലുള്ള മിക്ക ആളുകളും ഇങ്ങനെ ഇതുണ്ട്, ഇവർക്ക് കണക്ട് ചെയ്യാനൊന്നും പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നുണ്ടോ. അങ്ങനെ എൻ്റെ ഒരു അവസ്ഥ വളരെ മോശമായിട്ട് വന്നു തുടങ്ങി. അല്ല, അത് ഫിനാൻഷ്യലി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര മോശപ്പെട്ട പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ പുറത്ത് ഗൾഫിലാണ്. അപ്പോൾ എനിക്ക് പൈസ തരുന്നുണ്ട്, മദറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ 2014 ആവുന്ന സമയത്ത് എൻ്റെ മദർ മരണപ്പെട്ടു.
അപ്പോൾ മദർ മരണപ്പെടുന്നു. നമ്മളാണെങ്കിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ട് പോയോണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഫാദർ റിട്ടേൺ വരികയാണ്. ഉം. ഒരു 2016 സമയത്തൊക്കെ ഫാദർ റിട്ടേൺ ഗൾഫ് പരിപാടി അവസാനിപ്പിച്ച് വരികയാണ്. ഉം. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള പ്രോബ്ലം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ നോക്കിയിട്ടുള്ള ഒരു ലെവലുണ്ട് ഫാദർ. അതായത് നമ്മളിപ്പോൾ ഞാൻ പറയാറുള്ളതെന്ന് പറഞ്ഞാൽ, ബൈക്ക് എന്ന് പറയേണ്ട ബി എന്ന് പറഞ്ഞാൽ ബൈക്ക് മേടിച്ചു തരും, ഓ സി വാവ്. എന്ന് പറഞ്ഞാൽ കാർ മേടിച്ചു തരും. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നമുക്കാണെങ്കിൽ ഒന്നും റിട്ടേൺ കൊടുക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു അതിൻ്റെ കുറ്റബോധം. ഒരു കുറ്റബോധം വളരെയധികം നമ്മളങ്ങനെ വേട്ടയാടി തുടങ്ങി. മാത്രമല്ല നമ്മൾ വേറെയുള്ള കുറേ ആളുകൾ നല്ല രീതിയിലേക്ക് വന്നു തുടങ്ങി. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ നല്ല പൊസിഷനിൽ വരുന്നു. അവർ അവരുടെ പാരൻസിനെ നോക്കുന്നു. അപ്പോൾ ഇത് നമ്മളുടെ പാരൻസ്, അതായത് ഫാദർ കാണുന്നുണ്ട്, മദറുള്ള സമയത്ത് മദറും കാണുന്നുണ്ട്. എന്നാൽ ഇവർ നമ്മളെ കുറ്റപ്പെടുത്തേ, അല്ലെങ്കിൽ നീ എന്താ അങ്ങനെ അവനെ പോലെ ആവാത്തത് എന്താണെന്ന് ചോദിക്കുക ഒന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ നമ്മളുടെ അടുത്ത് ഇങ്ങനെ വെയിറ്റ് കൂടുകയാണ്, ചോദിച്ചില്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ. കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പല പരിപാടികളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാനൊരു ഡിറ്റർജൻറ്റ് കമ്പനി ഉം. ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കോളേജിൽ പഠിച്ച സമയത്ത്. കോളേജ് ഉം. പഠിച്ച സമയത്ത് തന്നെയാണ് അത് ഉം. കഴിയണേ. നമ്മൾ കോളേജ് പഠിപ്പ് കഴിയുന്നില്ലല്ലോ, കാരണം സപ്ലി ഉണ്ട് നമുക്ക്, പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ഡിറ്റർജൻറ്റ് കമ്പനി നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ നമുക്കിതൊന്നും അറിയില്ല. അപ്പോൾ നമ്മളുടെ ഒരു ട്രസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു കെമിസ്റ്റ് ഉണ്ട്. ഇദ്ദേഹം വന്നിട്ട് ഇത് ശരിയാക്കി തരുന്ന പ്രൊഡക്റ്റ് ഇദ്ദേഹം ചെയ്തു തരുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്നു, ബാങ്ക് ലോൺ റെഡിയാവുന്ന എല്ലാ സംഭവങ്ങളും ചെയ്യുന്നു. ലാസ്റ്റ് കെമിസ്റ്റ് പറയുന്നു, സോറി എനിക്ക് വരാൻ കഴിയില്ല, അയ്യോ, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം. അയാൾക്കുള്ള ജോലി ചെയ്യാൻ പറ്റൂല. ഇത് ആള് വന്നില്ല നമ്മളെ അടുത്തേക്ക്. വിയോട് അപ്പോൾ നമുക്കത് ആ ഒരു ബിസിനസ് അതോട് കൂടി തീർന്നു. ഓപ്പൺ ആവണാട്ടി മുന്നേ തന്നെ ക്ലോസ് ചെയ്തു. അപ്പോൾ ബാങ്ക് ലോൺ പറഞ്ഞ് ലോണ് ഞങ്ങൾ പറഞ്ഞു ഇനി വേണ്ട, ലോണ് വേണ്ട. അങ്ങനെ പറയാൻ പറ്റില്ല, എടുത്തേ പറ്റൂ. അല്ല എടുത്തിട്ടില്ലെങ്കിൽ എന്താ ഫൈൻ അടക്കണം എന്നോ. ഓ ഞാൻ എന്താ പറഞ്ഞ് ഫൈനൊക്കെ അടച്ചു തന്നു. ഓ വെരി ഗുഡ്. അങ്ങനെ അത് ക്യാൻസലായി. പിന്നെ വേറെ ഇതുപോലെ 1-2 ബിസിനസ്സുകൾ നമ്മൾ ട്രൈ ചെയ്യുന്നു. അതായത് പക്ഷെ ഇതൊന്നും വർക്കൗട്ട് ആവുന്നില്ല. അപ്പം അങ്ങനെയാണ് നമുക്കൊരു ഐഡിയ കിട്ടിയത്. എൻ്റെ ഒരു സുഹൃത്ത് പറയാണ്, ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവം ഗംഭീര പരിപാടിയാണ്, വളരെ നല്ലത്. വളരെ നല്ല പരിപാടിയാണ്. അപ്പം ഞാൻ ഇതിനെപ്പറ്റി പഠിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു കറക്റ്റാണല്ലോ, ഉം. നമ്മളിപ്പോൾ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്? ഓൾറെഡി റിലയൻസ് ചെയ്യുന്നുണ്ട്, വലിയ യൂണിലിവർ വലിയ കമ്പനികൾ ചെയ്യുന്നുണ്ട്. കമ്പനികൾ ചെയ്യുന്നുണ്ട്. അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ? Correct. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാം. അപ്പം ഞാൻ അവനോട് അന്ന് ചോദിച്ചു, "എടാ നീ ഇത്ര കാലം നമ്മൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചിട്ടുള്ള ആളാണ്, നീ എന്താ ഇത്ര കാലം എന്നോട് ഇത് പറയാഞ്ഞത്?" അപ്പം അവൻ പറഞ്ഞു, "നീ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ." അവൻ്റെ പേര് എന്നിട്ടെന്തായി? റിബിൻ എന്നാണ് അവൻ്റെ പേര്. ആ. അവൻ ചതിയാണോ ചെയ്തത്? അല്ലല്ല, അവൻ സഹായിക്കുകയാണ് ആ. ജെന്യുവനായിട്ട്. ആ. അപ്പോൾ അവൻ പറഞ്ഞു, "പക്ഷേ എടാ നീ സൂക്ഷിക്കണം." അത് ഞാൻ കേട്ടില്ല. പറഞ്ഞു, എന്തിന്? ഞാൻ ചോദിച്ചു, എന്തിന് സൂക്ഷിക്കണം? ആ. അതല്ല ഇത് കുറച്ച് റിസ്ക് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഒരു റിസ്ക്കും ഇല്ല, കാരണം ആ കമ്പനികളൊക്കെ വലിയ കമ്പനികളാണ്, അതെ. നമുക്ക് അതിൽ ഷെയർ മേടിക്കാം. ഇതാണ് അങ്ങനെ അന്ന് റിലയൻസ് എന്ന് ഉം. പറഞ്ഞിട്ടുള്ള മുകേഷ് അംബാനിയുടെ അനിയുണ്ട്, അനിൽ അനിൽ അംബാനി. അംബാനി. പിന്നെ അന്ന് അനിൽ അംബാനിനെ പൊങ്ങി നിൽക്കുന്ന ആ സമയം. സമയത്ത് പോയിട്ട് റിലയൻസ് ക്യാപിറ്റൽ, പിന്നെന്താ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ 2 കമ്പനികളുടെ കുറച്ച് വലിയ വോളിയത്തിലുള്ള ഷെയർസ് ഫ്യൂച്ചർ എന്നെന്തോ പറയും, ആ. ഇത് മേടിച്ചിട്ട് ഞാൻ. ആ. അപ്പോൾ ഇതിലുള്ള കോമഡി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഫാദർ നാട്ടിലേക്ക് വന്നിട്ട് ആൾ കുറച്ച് പൈസ കൊണ്ടുവന്നു. കൊണ്ടുവന്ന് ബൾക്കായിട്ട് വരുന്ന സമയമാണല്ലോ. ആളുടെ ഇനി ഫ്യൂച്ചറിലേക്ക് വെച്ചിട്ടുണ്ട്. അതായത് ഇനിയുള്ള റിട്ടയർമെന്റ് ഫണ്ട്. റിട്ടയർമെന്റ് ഫണ്ട്, അതന്നെ കറക്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതാണ് ഇവിടെ കൊണ്ടിടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു, ഇത് സംഭവം. അപ്പോൾ ഫാദർ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇങ്ങനെ സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ചെയ്തത് മണ്ടത്തരാണ്, കാരണം നിങ്ങളൊരു 30 വർഷം മുന്നേ കുറച്ച് MRFന്റെ ഷെയർ മേടിച്ചിരുന്നെങ്കിൽ എവിടെ ഇന്ന് എത്തണ്ടേ? ഞാനൊക്കെ ഇവിടെ എത്തിയിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ആ ഒരു എനിക്ക് തോന്നുന്നു ഒരു 6 ലക്ഷം 7 ലക്ഷം രൂപ എടുത്തിട്ട് പറഞ്ഞ്, എന്നാ മോനെ, "മോനെ പിടിച്ചോ, ഇനി നമുക്ക് സമയം വൈകിട്ടില്ല, ഇപ്പോഴാണെങ്കിലും ഞാൻ ചെയ്തോ." എത്തിയില്ലെങ്കിലും നീ എങ്കിലും എത്തട്ടെ എന്ന്. അങ്ങനെ അത് കൊണ്ടുപോയി ഇട്ടു. അത് ഇട്ട തന്നെ ഓർമ്മയുള്ളൂ. ഞാൻ അന്ന് എന്നാണോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി, അന്ന് മുതൽ മറ്റേ അനിൽ അംബാനിക്ക് മറ്റേത് ശനിദശ തുടങ്ങിയെന്ന് പറയില്ലേ, ആളെ എവിടെ പിടിക്കലും പ്രശ്നങ്ങളും. താൻ ഇട്ടതോടെ അനിൽ അംബാനിയുടെ അതെ അവസ്ഥ. അതെ അതെ അതെ, അനിൽ അംബാനിയുടെ കാര്യം വലിയ പ്രശ്നത്തിലായി. എനിക്കാണെങ്കിൽ ഈ ഷെയർ ഓരോ ദിവസവും ഇതിങ്ങനെ അടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പം എനിക്കിത് വിൽക്കാനും പേടി, ഇത് നമ്മൾ ചിലപ്പോൾ വിറ്റ് ഞാനും കഴിഞ്ഞാൽ പൊങ്ങിയാലോ. പോകുമല്ലോ.
അങ്ങനെ ലാസ്റ്റ് ഞാനാണെങ്കിൽ ഈ ഫാദറിനോട് ഇത് സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാസം ഒരു 50,000 രൂപ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഇട്ട പൈസയിൽ നിന്ന് 50,000 വെച്ച് വിഡ്രോ ചെയ്തിട്ട് കൊടുത്തു തുടങ്ങി. അല്ലാണ്ട് എനിക്കൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അച്ഛൻ അറിയുന്നില്ല സത്യാവസ്ഥ. ഇല്ലില്ല, അത് പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പൻ അറ്റാക്കായി മരിച്ചു പോകും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ കംപ്ലീറ്റ് ഇത് സീറോ ആവുകയാണ്, ഈ ഫണ്ട് മൊത്തം സീറോ ആവുകയാണ്. എത്ര നാളെടുത്തു? അത് എനിക്ക് തോന്നുന്നത് ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ തീർന്നു. ഫാദറിനുള്ള ഫണ്ടും കൊടുത്തു, ഇത് എല്ലാം കൂടെ done. ഇനി എനിക്ക് ഇതെന്ത് ചെയ്യുമെന്ന് പറയാനുള്ള സംഭവമില്ല. അപ്പം ഞാൻ ഓരോന്നും പറഞ്ഞ് മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു 3-4 മാസം ഞാൻ പൈസ കൊടുത്തു. പിന്നെ ഞാൻ ഫാദറിനോട് പറഞ്ഞു, നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വേണം ചിന്തിക്കാൻ. ഷോർട്ട് ടൈമിൽ നമ്മൾ ചെറിയ പൈസ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഫാദർ പറയുന്നത് എനിക്ക് ഷോർട്ട് ടൈം മതി, എനിക്ക് 50,000 മതി, ലോങ് ടൈം വേണ്ട പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സംഭവം കംപ്ലീറ്റ് ഇതായി. എനിക്ക് വിഷമം ആരോടും പറയാനും പറ്റുന്നില്ല. ഞാനിങ്ങനെ ലോക്കായതും പിന്നെ പ്രശ്നത്തിലായിട്ടുള്ള സംഭവം ഒന്നും പറയാൻ പറ്റാത്തൊരു മാനസികമായിട്ടുള്ള അവസ്ഥ. ഇങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഇനി എന്ത് ചെയ്യും, അതായത് നമ്മളുടെ ഡേ ടു ഡേ എക്സ്പെൻസ് നമുക്ക് കവർ ചെയ്യാൻ നമുക്ക് ഇനി ഫാദറിനോട് ചോദിക്കാൻ പറ്റില്ല. ഫാദറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും നിനക്ക് മറ്റേ ഫണ്ടിൽ നിന്ന് എടുക്കാമല്ലോ എന്നൊക്കെ, ഒന്നും പറ്റണില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളെന്നും രാത്രി കിടന്ന് ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്, രക്ഷപ്പെടാൻ പറ്റും. അതായത് നമുക്കിതൊന്ന് സർവൈവ് ചെയ്ത് പോകണല്ലോ, മുന്നോട്ട് പോകണല്ലോ. കാരണം നമ്മളുടെ മുന്നിലുള്ളവരൊക്കെ വേറെ ലെവലിൽ പോയോണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ ഇവർ ഇതോട് കൂടിയിട്ട് പാതാളത്തിലേക്ക് പോകേണ്ട അവസ്ഥയിലാണ്. സോ ഞാൻ ഒരു ദിവസം എനിക്ക് ഈ ഒരു കാര്യം ഓർമ്മ വരികയാണ്. നമ്മൾ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് അങ്ങനെ ചെയ്ത പ്രൊജക്റ്റ്, അതും കോമഡിയാണ്. അത് കോളേജ് അപ്രൂവ് ചെയ്ത പ്രൊജക്റ്റ് ഒന്നല്ല, ഇതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് റിജക്റ്റ് ചെയ്തിട്ടുള്ള സാധനം. അന്ന് നമ്മൾ കാറിൻ്റെ ഉള്ളിൽ എയർ ഫ്രഷ് ആക്കാലോ എന്ന് വിചാരിച്ച് എയർ പ്യൂരിഫയർ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തതാണ്. അപ്പം ഞാൻ വിചാരിച്ചു അത് എന്തുകൊണ്ട് ഒരു സംഭവം ചെയ്തുകൂടാ. അപ്പോൾ ഞാൻ ആമസോൺ അന്ന് ഇവിടെ ഭയങ്കരമായിട്ട് ലൈവ് ആവുന്നുണ്ട്, നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആമസോണിൽ വിറ്റൂടെ എന്നൊക്കെയുള്ള അങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ കോളേജിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളോട് പറഞ്ഞു. അവരൊക്കെ ചിലവർ നല്ല ഇതിൽ കയറിയിട്ടുണ്ട്, ചിലർ വിദേശത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ഒരുമിച്ച് പണ്ട് കോളേജിൽ പ്ലാൻ ഇട്ടത്, ഞങ്ങൾ പ്ലാൻ ഇട്ടത് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ ഇത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവർ പറഞ്ഞു നിനക്ക് വല്ല ഭ്രാന്തുണ്ടാന്ന് ചോദിച്ചു. നീ എന്താ പറയണത്, ഇതൊന്നും നടക്കണ കാര്യമില്ല, നിനക്ക് പൈസക്ക് എന്തെങ്കിലും ആവശ്യം കൊണ്ടാണ്, അങ്ങനെയാണോ നീ പറയണത്, അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കരമായിട്ട് നമുക്കിത് വർക്കൗട്ട് ആവാത്ത പോലെ ഇവരാരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അഗെയിൻ ഞാൻ വിചാരിച്ച് ഒന്ന് ചെയ്യാം, ഒറ്റയ്ക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഒറ്റയ്ക്ക് ചെയ്യാം, വേറെ ആരുമില്ല, ആരോടും പറയാനും പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി വീണ്ടും. അതൊരു 2016 17 നമ്മൾ 16 തന്നെ നന്നായി ഇതെന്ത് ചെയ്യാൻ പറ്റും, ഇതെങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിലേക്ക്. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇങ്ങനെ ചിന്തിച്ച് തിരിച്ചൊരു ഐഡിയ, ഒരു സ്പാർക്ക് പോലെ വന്നു, അതെന്തുകൂടെ ചെയ്തുകൂടാ, അത് ചെയ്യാൻ വേണ്ടി ആദ്യം റിസർച്ച് ചെയ്യാൻ തീരുമാനിച്ചു. അതെ. അതായത് ഈ ഒരു സ്പാർക്ക് എനിക്ക് എങ്ങനെ വന്നതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഓർമ്മ കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇത് ഒരു ദിവസം എനിക്ക് വന്ന സ്പാർക്കാ. മനസ്സിലായി. ഏറ്റവും ഗ്രേറ്റ്നെസ് കംസ് ഫ്രം, എങ്ങനെ വേണം പറയാം. ഞാൻ ഇപ്പോൾ ചില ചോദിക്കും ബിസിനസ് പാഷനാണോ, എനിക്ക് പാഷനില്ല, എനിക്ക് ഒന്നിലും ഒരു പാഷനില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ടൈമിൽ, ആ ഒരു മൊമെന്റിൽ ഈ ഒരു സാധനം നമ്മുടെ മൈൻഡിലേക്ക് വരുന്നു, വിത്ത് നെയിമാണ് വരുന്നത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ ചെയ്യണം, ഞാൻ കുറേ പേരൊന്നും അന്വേഷിച്ചിട്ടൊന്നുമില്ല, ഗുഡ് എയർ നല്ലൊരു പേരാണല്ലോ എന്നുള്ള ലെവലിൽ അങ്ങനെ വരികയാണ് ഈ സംഭവം. അപ്പോൾ ആ ഒരു ഫോർമുലേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഞാനിതിനെപ്പറ്റി ബ്രാൻഡ് നെയിമൊക്കെ ഫിക്സ് ചെയ്തു, ഞാനിതിനെപ്പറ്റി അന്വേഷിക്കുന്നു, ഇതിൻ്റെ കാര്യങ്ങൾ, കാർബൺ എവിടുന്ന് സോഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. അങ്ങനെ ആ ഒരു പ്രോസസ്സ് എത്ര നാളെടുത്തു? അതൊരു വർഷത്തോളമൊക്കെ എടുത്തിട്ടുണ്ട് ആ ഒരു ലെവലിലേക്ക്. പിന്നെ ഞാൻ അതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സിലായത് നമ്മൾ മിലിറ്ററി അതുപോലെ സോൾജേഴ്സൊക്കെ യുദ്ധങ്ങളിൽ അവരെ മാസ്കിലൊക്കെ ഉപയോഗിക്കുന്നത് ഇംപിഗ്രനേറ്റഡ് കാർബൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഇംപിഗ്രനേഷൻ. അതൊരു സംഭവമാണ്, ഞാൻ അങ്ങനെ പഠിക്കുകയാണത് ആദ്യമായിട്ട്. അതെ. അപ്പോൾ അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയാം, ഒരാൾ വന്ന് നമ്മളെ വെടിവെച്ച് കൊല്ലണം എന്നില്ല,
കുറച്ച് ടോക്സിക് ഗ്യാസസ് സയനൈഡ് വെച്ച് ഗ്യാസസ് പമ്പ് ചെയ്താൽ എല്ലാവരും മരിച്ചു പോകും. കറക്റ്റ്. അപ്പോൾ നമ്മൾ ആ മാസ്ക് സയനൈഡിനെ അബ്സോർബ് ചെയ്യാനുള്ള രീതിയിലുള്ള കാർബണിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഈ ഓഫീസേഴ്സും ഇങ്ങനത്തെ റൂംസിലേക്ക് കയറി പോകുമ്പോൾ അവരൊക്കെ ഈ ടൈറ്റ് ആയിട്ടുള്ള മാസ്ക് ഇടുന്നത്. അതെ അതെ. ഇപ്പോൾ യുദ്ധങ്ങളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇതല്ലല്ലോ, ചിലർ ടോക്സിക് ഗ്യാസസ് പമ്പ് ചെയ്യും. അപ്പോൾ ഈ ഇവരുടെ ജാക്കറ്റിൽ ഇതിൻ്റെ ലെയർ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ടെക്നോളജി ഉണ്ടെന്ന് മനസ്സിലായി എനിക്ക്. ഓക്കെ. സോ നമ്മൾ അതിനെ പറ്റിയിട്ട് ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇത് സ്മെല്ല് അബ്സോർബ് ചെയ്യണമെന്ന് മാത്രമേ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. സ്മെല്ലിനെ പിടിക്കാം. കാരണം ഈ എയർ ഫ്രഷ്നർ, എയർ പ്യൂരിഫയർ, ഇതാണ് ആളുകൾക്ക് വളരെ കൺഫ്യൂഷനായി സംഭവം. ഓ, അതും വ്യത്യസ്തമാണോ? രണ്ടും വ്യത്യാസമാണ്. ഓ, എയർ ഫ്രഷ്നർ എയർ ഫ്രഷ് ആക്കുന്നു. എയർ ഫ്രഷ് ആക്കല്ല, അതൊരു സ്മെല്ല് നമുക്ക് തരും. ഓക്കെ. ഇപ്പോൾ ജാസ്മിൻ, റോസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്മെല്ല് നമുക്ക് നല്ല സ്മെല്ല് കിട്ടും. ദെൻ ഈ സ്മെല്ല് എന്ന് പറഞ്ഞ കെമിക്കലാണ്. നിലവിൽ ഇവിടെ ഉള്ള പ്രശ്നം ഇതാവുന്നില്ല. ഇപ്പോൾ ഇവിടെ ഒരു ബാഡ് ഓർഡർ ഉണ്ടെങ്കിൽ അതിന്റെ മേലെ ഒരു ലെയർ ആയിട്ട് ഒരു ജാസ്മിന്റെ സ്മെല്ല്, പുറത്ത് പോയ പെർഫ്യൂം അടിക്കുന്നു. അതായത് ഇത് രണ്ടും നമ്മൾ വലിച്ചു കയറ്റും. പക്ഷെ പ്യൂരിഫയർ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബാഡ് ഓർഡർ ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു സീറോയിലേക്ക് സ്മെല്ലൊന്നും ഇല്ലാത്തൊരു കണ്ടീഷനാണ് തരുന്നത്. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സ്മെല്ല് വലിക്കാം എന്നുള്ള കോൺസെപ്റ്റാണ്. ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ് പറഞ്ഞത് സ്മെല്ലിൻ്റെക്കാളും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഗ്യാസസ്, പ്രത്യേകിച്ച് കാറിൻ്റെ ഉള്ളിൽ. അതായത് നമ്മളിപ്പോൾ ഒരു വെയിലത്ത് നിർത്തിയിട്ടുള്ള ഒരു വണ്ടി, ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഏത് റോൾസ് റോയ്സ് ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക്കാണ്. അതുപോലെ തന്നെ പലതരം കെമിക്കൽസ്, ഇത് ഗമ്മ് എല്ലാം ഫിക്സ് ചെയ്തിട്ടാണ് ലെതർ, ഗ്യാസോ ഡീസൽ എല്ലാം ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ഇതിലേക്ക് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ടോക്സിക് ഗ്യാസസ് ഫോം ആവുന്നുണ്ട്. അപ്പോൾ ഇത് വലിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എൻ്റെ ഭാഗ്യത്തിൽ നിന്ന് ലോകത്ത് ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കാറിൻ്റെ ഉള്ളിൽ. സോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന ഞാൻ ഇതിനെപ്പറ്റി പഠിക്കുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റും ടോക്സിക് ഗ്യാസിനെ അബ്സോർബ് ചെയ്യുന്നില്ല. 24/7 വർക്ക് ചെയ്യുന്ന എയർ പ്യൂരിഫയർ ഇല്ല, ഇതൊന്നുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ലൊരു സംഭവമാണ്, വർക്കൗട്ട് ആക്കാൻ പറ്റും. നേരെ ഇറങ്ങുന്നു, പ്രൊഡക്റ്റ് റെഡിയാക്കുന്നു. ഞാൻ ഇതിൻ്റെ സെല്ലിംഗ് പോയിന്റ്സും കാര്യങ്ങളും, ഇതാണ് പ്രൊഡക്റ്റ് പറയുന്നു, ആമസോണിൽ ലിസ്റ്റ് ചെയ്യുന്നു. നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഇതിനൊന്നും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് വന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. എനിക്ക് ഒരു ബിലോ 10,000 ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫ്യൂൽ അടിക്കാനുള്ള കോസ്റ്റ്, ഞാൻ ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ള പ്രൈസ്, അതൊക്കെ എനിക്ക് വരുന്നുള്ളൂ. എനിവേ ഞാനൊരു 1000 ക്വാണ്ടിറ്റി ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് എക്സ്പെൻസ് വന്നു. പക്ഷേ അതല്ലാതെ എനിക്ക് ബിഗിനിങ്ങിൽ ഒരു എക്സ്പെൻസും വന്നിട്ടില്ല. എല്ലാം ഒറ്റയാൾ പട്ടാളം പോലെ, ഒറ്റയാൾ ഞാൻ പോകുന്നു, ഞാൻ തന്നെ ചെയ്യുന്നു, ഞാൻ തന്നെ വിളിക്കുന്നു. എനിക്കിതിലൊക്കെ ഭയങ്കര മടിയുള്ള ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു പേടി അല്ലെങ്കിൽ ഒരു ഇത്. പക്ഷെ എന്നാലും അവസ്ഥ അതായതുകൊണ്ട് നമുക്ക് വിളിക്കേണ്ടി വരുന്നു. ചില ആളുകൾ കോൾ എടുക്കില്ല, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ഇറക്കി ആമസോണിൽ സംഭവം ലിസ്റ്റ് ചെയ്യുന്നു. എനിക്ക് 1 വീക്കിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആവുന്നു. 1 വീക്കിൽ 1000 സോൾഡ് ഔട്ട് ആവുന്നു. ഇത് ടോപ്പിലേക്ക് വരുന്നു. നമ്മൾ ആമസോണിലൊക്കെ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, ഇതൊക്കെ 2019 സംഭവിക്കുന്ന കഥയാണ് ഞാൻ പറയുന്നത്. 2018 ഇത്. 2018 ഞാൻ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നുള്ള ലെവലിൽ ലോഞ്ച് ചെയ്യുന്നു. 2018 ഇത് സംഭവിച്ചിട്ടുള്ളത്. 2019 ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആവുന്നത്. 2018 ഇല്ല, കമ്പനിയുടെ പേര് ടീം ഗ്രീൻ. അതും ആ ടീം ഗ്രീൻ എടുത്തതും എൻ്റെ ഒരു കമ്പനി പേര് അങ്ങനെ ആക്കാൻ കാരണം പറഞ്ഞാൽ, ഞങ്ങൾ വേറൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഡിറ്റർജൻറ്റ് കമ്പനി. അതിൻ്റെ പേര് ഗ്രീൻ നാച്ചുർ എന്നായിരുന്നു. അപ്പോൾ അത് തുടങ്ങുന്നേക്കാളും മുമ്പ് പൂട്ടി. അപ്പോൾ ഞാൻ അതിൻ്റെ ഗ്രീൻ ഇങ്ങോട്ട് എടുത്തു, മറ്റേത് എടുത്തിട്ട് വേറെ ടീം എന്നുള്ള ലെവലിൽ ടീം ഗ്രീൻ എന്നാക്കി. അതൊരു പേരന്റ് കമ്പനി പോലെ. അതൊക്കെ പേരന്റ് കമ്പനി, ഗുഡ് എയർ ഈസ് ദ ബ്രാൻഡ് അണ്ടർ ഇറ്റ്. ഗോട്ട് ഇറ്റ്. അങ്ങനെ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇത് സക്സസ് ആവുന്ന ഞാൻ കാണിച്ചു കൊടുത്ത സമയത്ത് നമ്മളിനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഞാൻ നേരിട്ട് പോലും കാണാത്ത ആളുകൾ ചെറിയ പൈസകൾ ഇൻവെസ്റ്റ് പറഞ്ഞാൽ, ഞാൻ ഇതിങ്ങനെ വേണം, ഇതാണ് നിങ്ങൾക്ക് ഷെയർ തരാം, അല്ല ഒഫീഷ്യലായിട്ട് ഭയങ്കര വില. ഇപ്പോഴും നമ്മളെ കമ്പനി ബൂട്ട് സ്ട്രാപ്പാണ്, വേറൊരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വന്നിട്ടില്ല. വെരി ഗുഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒന്നും പോകാനില്ല, അവർക്ക് അത്യാവശ്യം നല്ല ജോലികളും കാര്യങ്ങളുള്ള, ഇത് നിങ്ങൾക്ക് പോയാലും നഷ്ടമില്ല എന്ന് പറയുന്നു. അവർ ഇടുന്നു. ദെൻ ഈ പ്രൊഡക്റ്റ് നെക്സ്റ്റ് ലെവലിലേക്ക് മാറുന്നു. അതെ, ഇനി നമുക്ക് അതിലേക്ക് വരാം. ഇപ്പോൾ ഇത്രയും നാളത്തെ ഒരു സ്റ്റോറി പറഞ്ഞല്ലോ, ഇത് എപ്പോഴാണ്, ഏത് മൊമെന്റിലാണ് ഈ ഐഡിയ വർക്ക് ആവും എന്ന് സ്പാർക്ക് വന്നത്? ആമസോണിൽ ലിസ്റ്റ് ചെയ്തപ്പോഴാണോ, ആ 1000 സെൽ ഔട്ട് ആയപ്പോഴാണോ? അല്ല. പിന്നെ ഇത് വർക്ക് ആവും എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ആ ഇംപ്രഗ്നേഷൻ ടെക്നോളജി അത് ലോകത്ത് വേറെ ഇല്ല.
ഞാനല്ലെങ്കിൽ വേറെ ആരെങ്കിലും എപ്പോഴെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ വേറെ വലിയ ബ്രാൻഡുകൾ വരാം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് ഇത് സെല്ല് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതെൻ്റെ മിസ്റ്റേക്കാണ്. ഇപ്പോൾ ആമസോൺ ആയിക്കോട്ടെ, ഓഫ്ലൈൻ ചാനലായിക്കോട്ടെ, ഇത് വിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ പണി അറിയണ വേറെ ആരെങ്കിലും വേണ്ടി വരും. ആ ഐഡിയ വർക്കാവും എന്നുള്ളത് 100% ആ ഷുവർ. ഐഡിയയിൽ വന്നതാണ് ഈ ഒരു സംഭവം, ഈ ടെക്നോളജിനെ കുറിച്ച് മനസ്സിലാക്കിയതാണ് ഇതിൽ. ഓക്കെ, യെസ്, ഐ തിങ്ക് ഐ ഫൗണ്ട് ദ കറക്റ്റ്. യുവർ സൊല്യൂഷൻ ടു ലൈഫ്. ഇതിൽ ഏറ്റവും വലിയ ചാലഞ്ചിങ് ഭാഗം എന്തായിരുന്നു ഇത് ആമസോണിൽ ലിസ്റ്റ് ചെയ്യുന്ന വരെ? അതിൻ്റെ മുമ്പുള്ള ചാലഞ്ച് എന്ന് പറയാൻ ഒന്നും ചാലഞ്ച് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഞാൻ ആ സമയത്തൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ആ ഷെയർ മാർക്കറ്റിലൊക്കെ ഉള്ള പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേറെ പല പരിപാടികളും ചെയ്യായിരുന്നു. ഇതൊന്നും നമ്മളൊരു ബ്രാൻഡിങ്ങും ഒന്നും ഇല്ലാതെയാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ചാലഞ്ച് ഉണ്ടായിട്ടില്ല. നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുറേ പൈസ ഒന്നും ആരെയൊന്നും മേടിച്ചിട്ടുമില്ല. നമ്മൾ ചെയ്യുന്നു, അത് വിൽക്കുന്നു, അതിൻ്റെ പ്രോഫിറ്റ് എടുക്കുന്നു, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നു. അപ്പൊ ഇത് ഈ ഒരു ഐഡിയ വരുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഗിവ് അപ്പ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? ബിക്കോസ് സ്ട്രഗിൾ ചെയ്തൊരു ഫേസ് ഉണ്ടല്ലോ. ഡിഡ് യു ഫീൽ ലൈക്ക് മതിയായി, എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ജീവിക്കാം? ഇല്ല, ജോലി ചെയ്യില്ല. ഇല്ല, അങ്ങനത്തെ അല്ല, അത് എന്താന്ന് അറിയില്ല. ജോലി ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്കില്ല. ജോലി ചെയ്യില്ല. അത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 100% ആ കമ്പനിക്ക് സിൻസിയർ ആവാൻ പറ്റണമെന്നില്ല. നമ്മളെ തോട്ട് പ്രോസസ്സേ വേറെയാണ്. ആ ഒരു തിരിച്ചറിവ് പണ്ടുതൊട്ടേ അതുണ്ട്. പിന്നെ രണ്ടാമത് ഇതിനേക്കാളും വലിയൊരു സാധനമുണ്ട്. ഞാൻ വർക്ക് ചെയ്തിരുന്ന സിനിമയിലാണ്. അപ്പം നമ്മളെ നാട്ടിലൊക്കെ അത്യാവശ്യം ആളുകൾ സിനിമാക്കാരനാണ് എന്നൊക്കെയുള്ള രീതിയിൽ അറിഞ്ഞിരുന്നു. പിന്നെ 2-3 ന്യൂസും പരിപാടികളൊക്കെ വന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ചോദിക്കും, എപ്പോഴാണ് സിനിമ ഇറങ്ങുക. അത് വല്ലാത്ത പ്രശ്നമായി. നമ്മൾ ഈ ഫ്രൈഡേയിലൊക്കെ ഞങ്ങൾ പള്ളിയിൽ പോകും. പള്ളിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പോകും. എന്താ അവിടെ കുറച്ചു നേരം നിന്ന് എല്ലാവരും വന്ന് ചോദിക്കും, സിനിമ. ചിലവർ കളിയാക്കിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ജോലിക്ക് പോയാൽ പിന്നെ നമുക്ക് ഈ നമ്മളെ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഒക്കെ ആയിട്ട് ജോലി മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ആമസോണിൽ മാത്രമല്ല, ഫ്ലിപ്കാർട്ട്, യുവർ എവറിവെയർ, എവിടെയൊക്കെ ഉണ്ട്? ഏതൊക്കെ ഇ കോമേഴ്സ് സൈറ്റ്സിൽ ഇപ്പം നമ്മളിപ്പോൾ നമുക്ക് ഓൺ വെബ്സൈറ്റ് ഉണ്ട്, goodair.in എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ വെബ്സൈറ്റ്. goodair.shop പറഞ്ഞ UAE വെബ്സൈറ്റ് ഉണ്ട്. അതുപോലെ ജിയോ മാർട്ട് ഉണ്ട്, ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്. പിന്നെ 1mg എന്ന് പറഞ്ഞിട്ട് ഫാർമസി സ്റ്റോർ ഉണ്ട് നമ്മളെ. പിന്നെ ഇപ്പോൾ ലുലുവിലുണ്ട്, നമ്മൾ മൈജിയിലുണ്ട്. ഇപ്പം നമ്മളൊരു ഒമ്നി ചാനൽ പോലെയാണ്. പിന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയ, UK, ഇവിടെയൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2018 തൊട്ട് 2026 വന്നൊരു വളർച്ചയാണ്. അതെ. ഓക്കെ, 1000 പ്രോഡക്ട്സ് ലിസ്റ്റ് ചെയ്ത് തുടങ്ങിയ ഗുഡെയർ ഇന്ന് എത്ര പ്രോഡക്ട്സ് ആണ് ഒരു സമയത്ത് ആമസോണിലൂടെയും ഈ ചാനൽസിലൂടെയും? 1,00,000 മേലെ. Really? Not bad at all. ഒറ്റ പ്രൊഡക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്, സിംഗിൾ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പം ഇൻക്രെഡിബിൾ. അതൊരു ട്രെമെൻഡസ് ഗ്രോത്ത് ആണ്. അപ്പോൾ ഒരു ടീം എന്ന നിലയിൽ ഒറ്റയാൾ ആയി തുടങ്ങിയ ഈ ഒരു കമ്പനി ഇപ്പൊ ടീം വളർന്നോ? വാട്ട് ഈസ് യുവർ കറന്റ് സ്റ്റാറ്റസ്? അത് നമുക്ക് അറിയാത്ത പണികൾ നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അപ്പം എനിക്ക് ആ ഒരു ടൈമിൽ ഞാൻ ഇത് തുടങ്ങിയെങ്കിലും കൂടിയിട്ട് അതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ, അന്നത്തെ ലെവലിലെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് കൊച്ചിയിലേക്ക് വരണം. സോ ദാറ്റ് ടൈം ഞാൻ തൃശ്ശൂരായിരുന്നു ചെയ്യുന്നത് ഈ പരിപാടികളൊക്കെ. നമ്മൾ നേരെ പ്രൊഡക്റ്റ് ആമസോണിന് ഇത് കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയിലുള്ള കുറേ ആളുകളുണ്ട്, അവരത് FBA എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്, അവരാണ് കൊടുക്കുന്നത്, നമ്മളൊന്നും അറിയണില്ല. അഗെയിൻ നമ്മൾ അത് ഒന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ ഞാൻ കൊച്ചിയിലേക്ക് വരുന്നു. അപ്പോൾ ഒരു ആമസോണിൻ്റെ ഇവൻറ്റിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ കുറേ പേരുകളുണ്ടായിരുന്നു. ആ ഒരു ബിസിനസ് ഒരു മീറ്റപ്പ് ഇവർ നടത്തിയിട്ടുള്ളതാണ് കൊച്ചിയിൽ വെച്ചിട്ട്. അതെനിക്ക് തോന്നുന്നു കൊച്ചിയിൽ വെച്ചിട്ട് ഒരു തവണ നടത്തിയിട്ടുള്ളൂ. ആ സമയത്താണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മളുടെ അതേ ലെവലിൽ തന്നെ തിങ്കിങ്ങും രീതിയിലുള്ള ഒരാളെ നമ്മൾ കണ്ടുമുട്ടാണ്. പക്ഷെ ഞങ്ങൾ അവിടെ വെച്ചിട്ടൊന്നും ഡീലായിട്ടില്ല. അത് പറഞ്ഞു വരുന്ന സമയത്ത് എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ആരും സക്സസ്ഫുൾ പീപ്പിൾസ് അല്ല, സക്സസ് ആയിട്ടുള്ള ആളുകളല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കൂടെ അന്ന് ജോയിൻ ചെയ്തിട്ടുള്ള റാസിഫ് മുഹമ്മദ് പറഞ്ഞ ആളുണ്ട്. അപ്പോൾ ആ സമയത്ത് ലോറ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കമ്പനി ആമസോണിൽ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊരു ടൈം എത്തിയ സമയത്ത് ഇവർക്ക് ഭയങ്കര വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വന്നു. കാരണം ഇവർ നല്ല കൊമേഴ്ഷ്യൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രൊഡക്റ്റ് വിറ്റ് പോകാത്തൊരു സിറ്റുവേഷൻ വന്നു. ഏകദേശം ഒരു 70-75 ലാക്സിൻ്റെ അടുത്തൊക്കെ ബാധ്യത വന്നു ആ സമയത്ത്. അപ്പം ഞങ്ങൾ മീറ്റ് ചെയ്യണ സമയത്ത് നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള അങ്ങനെ ഒരാളാണ് ആ സമയത്ത് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. കുറച്ച് ഡിഫിക്കൽട്ട് ടൈംസിൽ നിൽക്കുന്ന ഒരു വ്യക്തി. അതെ. പിന്നെ രണ്ടാമത്തെ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ 2-3 ആൾക്കാരെ കഥ ഞാൻ പറയണുള്ളൂ.
കൂടുതൽ നമ്മൾ കുറെ പേരുണ്ടാവും ആ കുറേ പേരുണ്ട് യാത്രയില്. ആ യാത്രയിൽ. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ പറയാൻ പാടുണ്ടോയെന്ന് അറിയില്ല. കേക്കട്ടെ. കോയമ്പത്തൂർക്ക് ഉള്ളി കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ടാമത് ഞാൻ വിളിച്ച ആൾ ഒരാളുടെ കൂടെ വണ്ടിയിൽ കയറിപ്പോയി, ആളുടെ സുഹൃത്തിൻ്റെ കൂടെ. അപ്പോൾ ആൾ പറഞ്ഞു കോയമ്പത്തൂരാണ് ഉള്ളിക്ക് വില കുറവെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കോയമ്പത്തൂരെത്തി ഒരു 1-2 ചാക്കോ ഉള്ളിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഏതോ ഒരു ടോൾ പ്ലാസയിൽ വെച്ചിട്ട് എക്സൈസ് വന്നിട്ട് വണ്ടി വളഞ്ഞു. അപ്പോൾ ഇയാൾ വണ്ടി ഓടിക്കുന്ന ആളാണ്, ഞാൻ ഈ പറഞ്ഞ ആൾ. അപ്പുറത്തെ ആളുടെ സുഹൃത്തും ഇരിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി തുറക്കുമെന്ന് പറഞ്ഞു. വണ്ടി തുറന്ന സമയത്തുണ്ട് ഒരു ചാക്കിൽ ഉള്ളി നോക്കാൻ കഞ്ചാവ്. എന്തിനാ കഞ്ചാവ്. ആ ബെസ്റ്റ്. ഈ ചേട്ടൻ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾ എന്താ ഓപ്പറേഷൻ തൂഫാൻ അന്നില്ലായിരുന്നു. എന്താ സാധനം എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉള്ളി എന്ന് പറഞ്ഞു. അപ്പം കിട്ടിയത്ര. പേര് പറയണ്ട. അപ്പൊ അങ്ങനെ ഇദ്ദേഹം അവിടെ ഏതോ ഒരു പാലക്കാട് ജയിലിലായി ഇയാൾ. കോയമ്പത്തൂരാണോ കഞ്ചാവ്? അല്ല, ഇത് ഇയാള് ചെയ്യുന്നതാണ്. ഈ അറിഞ്ഞില്ല, പോയ ആൾക്ക് പാവം. അറിയില്ല. അങ്ങനെ കുറെ ആൾക്കാർ പെടുന്നുണ്ടല്ലോ. അങ്ങനെ ഇയാള് ജയിലിലായി. അങ്ങനെ എനിക്കറിയാം ഇയാളത് ചെയ്തിട്ടുള്ള ഇതല്ലാന്നറിയാം. പാവം. പക്ഷെ ഇയാളിത് റിലീസായി കഴിഞ്ഞാലും ഇയാൾക്ക് പ്രശ്നങ്ങളാണ്. ഞാൻ പോയ സമയത്ത് ഇയാൾ പറയാണ് ജയിലിൽ വെച്ചിട്ട്, ഞാൻ കാണാൻ പോയി ജയിലിൽ. ഏത് ജില്ലായിരുന്നു? അത് പാലക്കാട് ഒരു ജയിലിൽ. അപ്പോൾ പറയാണ് ഞാനിനി അങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ റിലീസാവുന്ന സമയത്ത് നീ കൊച്ചിയിലേക്ക് പോയോ, നമുക്ക് നോക്കാം എന്ന് പറയണ. അത് ഞങ്ങൾ 3 പേരാണ് ഇനീഷ്യലി ഇത് സംഭവം ഉണ്ടായിരുന്നത്. അങ്ങനെ വളർന്ന് അത് വളരെ നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു കമ്പനിയായി ഇപ്പൊ ഗുഡെയർ മാറി. ഗുഡെയർ കാരണം യു ഗോട്ട് നാഷണൽ റെക്കഗ്നിഷൻ ഒക്കെ അല്ലേ? എന്ത് അവാർഡ് ആയിരുന്നു എന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ. നമുക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇത് ഇങ്ങനൊരു സംഭവം ഇല്ലല്ലോ. അതുകൊണ്ട് പാറ്റന്റ് എടുത്തിട്ടുണ്ട്. പാറ്റന്റ് കിട്ടി നമുക്ക്. അതിപ്പോ നമുക്ക് കഴിഞ്ഞ വർഷത്തിലാണ് എന്താണ് പാറ്റന്റിന്റെ പേറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പേറ്റന്റ് എന്തിനു വേണ്ടിയാണ് പേറ്റന്റ്? നോൺ ഇലക്ട്രിക് കാർ എയർ പ്യൂരിഫയർ. നോൺ ഇലക്ട്രിക് കാർ എയർ പ്യൂരിഫയർ. അപ്പോൾ അവർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്തു, ഇത് ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇത്ര കാറിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കും. ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ. ബുദ്ധിമുട്ടാണോ ഒരു പേറ്റന്റ് എടുക്കാൻ? കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിൽ കൂടെ നമ്മൾ കടന്നു പോകണം. ഞങ്ങൾക്ക് തോന്നുന്നു 2 വർഷത്തിന്റെ മേലെ ഞങ്ങൾ അതിൻ്റെ മേലെ പോയിട്ടുണ്ട്. അത് ആ പ്രോസസ്സിൽ പോയിട്ടുണ്ട്. അതിൻ്റെ മേലെ ഡോക്യുമെന്റേഷൻ എടുക്കാൻ 2-3 വർഷങ്ങൾ അതിൻ്റെ പിന്നാലെയും പോയിട്ടുണ്ട്. ഇതിനൊരു പേറ്റന്റ് വേണം, ഇങ്ങനത്തെ ഒരു യുണീക്ക് പ്രോഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അത് തീരുമാനിച്ചിരുന്നു. പിന്നെ ആ സമയത്ത് നമുക്ക് ഇത് എടുക്കുക എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം അതിനെപ്പറ്റി പഠിച്ചു, അതിനെപ്പറ്റി ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് കണ്ടു. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് പല ആളുകളും നമ്മളെ മിസ്യൂസ് ചെയ്യും. ചില ആളുകൾ പറയും നിങ്ങൾക്ക് പേറ്റന്റ് എടുത്ത് തരാം, നിങ്ങളൊരു 50,000 രൂപ തരൂ എന്ന് പറഞ്ഞിട്ട് ആ പൈസ ഇട്ട് കൊടുത്താൽ ആ പൈസ പോയി. പിന്നെ നമുക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്, കുറേ സംഭവങ്ങൾ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് റീസെൻ്റ് ആയിട്ട് കിട്ടിയതാണ്, അത് അപ്ലൈ ചെയ്തിട്ടൊക്കെ കുറേ ടൈമായി. നമ്മൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ 80 IAC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അത് നമുക്ക് അതിന് അവർ പറയുന്നത് ടാക്സ് ഹോളിഡേ ഫോർ 3 years എന്നാണ് പറയുന്നത്. എല്ലാ സ്റ്റാർട്ടപ്പിനും അവരുടെ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്താൽ നൽകുന്ന ഒരു ഓപ്ഷനാണിത്. സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ ആർക്കും ചെയ്യാം, ഏതൊരു ബിസിനസ്സിനും ചെയ്യാം. ഈ 80 IAC കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ ഗവൺമെന്റിന് നഷ്ടമുള്ള ഒരു പരിപാടിയാണ്. 3 കൊല്ലം ടാക്സ് അടക്കണ്ടെന്നാ പറയുന്നത്. എത്ര ടാക്സാണ് നിങ്ങൾക്ക് യൂഷ്വലി അടയ്ക്കേണ്ടത്? നമുക്ക് നമ്മളുടെ പ്രോഫിറ്റിന്റെ ഒരു 28% നെറ്റ് പ്രോഫിറ്റിന്റെ അടക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് 3 വർഷത്തിൽ ഇനി ടാക്സ് അടക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കിട്ടും. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഇതൊരു ഗ്രോത്ത് കമ്പനിയാണ്, പ്ലസ് ഇതൊരു ഇന്നോവേറ്റീവ് കമ്പനിയാണെന്ന് പ്രൂവ് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ വേറൊരു സംഭവം, ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ തരില്ല. അപ്പോൾ അതും നമുക്ക് റീസെന്റ് ആയിട്ട് കിട്ടി. എപ്പോഴായിരുന്നു പേറ്റന്റ് കിട്ടിയത്? പേറ്റന്റ് എനിക്ക് തോന്നുന്നത് 2025 ലാസ്റ്റ് ഇയർ ആണെന്ന് തോന്നുന്നു. രണ്ടും ലാസ്റ്റ് ഇയർ ആണ്. അപ്പോൾ ഐ തിങ്ക് ഗുഡെയർ എന്ന് പറഞ്ഞാൽ 2026 തോന്നുന്നു ഇത് കിട്ടിയത്. സ്റ്റാർട്ടപ്പിന്റെ 80 IAC കിട്ടിയത്. സോ 2025 പാറ്റന്റ് കിട്ടി, 2026 80 IAC കിട്ടി ഫ്രം സ്റ്റാർട്ടപ്പ് ഇന്ത്യ. അത് തന്നെ ഒരു വാലിഡേഷൻ ആണല്ലേ? സയന്റിഫിക് വാലിഡേഷൻ കിട്ടി, ഗവൺമെന്റ് വാലിഡേഷൻ കിട്ടി. ഹൗ ഇമ്പോർട്ടന്റ് ഇസ് ദാറ്റ് ഫോർ യു? അംഗീകാരം എന്ന് പറയുന്നതാണല്ലോ നമുക്ക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് തിങ്ക് ചെയ്യാൻ. അല്ല, ആരും അംഗീകരിക്കുന്നില്ല, ആരും അറിയുന്നില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതൊരു ഫ്യൂവലാണ് നമുക്ക്. ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് കേരള അവരാണെങ്കിലൊക്കെ കുറേ പരിപാടികൾ, പ്രോഗ്രാംസ് ഉണ്ട്. നമുക്കിത് അറിയില്ല എന്ത് ചെയ്യണം. ഇവർക്ക് പല ഗ്രാൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ബിസിനസ്സുകാരും ഇതിനെപ്പറ്റി അറിഞ്ഞ്
വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും, നമുക്ക് പല അംഗീകാരങ്ങളും കിട്ടും. കേട്ടും ഇപ്പം നമ്മൾ ഈ ഒരു ഗ്രോത്ത് ഫേസ് നമ്മൾ ആ. ലൈക്ക് വി സെഡ് കഴിഞ്ഞ ഇത്രയും വർഷത്തിൽ ഉം. ഇപ്പോൾ ഒരു ഐ വുഡ് സേ ഒരു 10 crore കമ്പനിയായി മാറി എന്ന് വിചാരിച്ചുള്ള ആ. ഒരു ആനുവൽ ടേൺ ഓവർ ഞാൻ ആ. വിചാരിക്കുന്നു ആ. എക്സാമ്പിൾ. ഉം. ആ ഒരു ഗ്രോത്ത് ഫേസ് ഫ്രം നത്തിങ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഓരോ സ്റ്റെപ്പിലും വളർച്ചയാണല്ലോ നമ്മുടെ ആഗ്രഹം. അതെ അതെ അതിനു വേണ്ടിയുള്ള എഫേർട്സ് എന്തായിരുന്നു ഫ്രം യുവർ സൈഡ് ഗുഡ് എയർ എന്ന ബ്രാൻഡിൽ നിന്നും? ബിക്കോസ് ഒറ്റൊരു പ്രോഡക്റ്റേ ഉള്ളൂ എന്ന് നമ്മൾ അതെ പറഞ്ഞു അതെ കഴിഞ്ഞു. അതെ. ഇതിൽ എത്ര പക്ഷെ ഇപ്പൊ പ്രൊഡക്റ്റുകൾ എണ്ണം കൂടുന്നുണ്ട് കേട്ടോ. കൂട്ടി തുടങ്ങി? യെസ് യെസ്. ഓക്കെ. അപ്പൊ എന്താണ് ഇനി മുന്നോട്ട് കാണുമ്പം ഗുഡ് എയറിനെ എവിടെ എത്തിക്കണം എന്നാണ് പ്ലാൻ? വാട്ട് ഈസ് യുവർ വിഷൻ? ഓക്കെ, ഇപ്പോൾ നമ്മളെ ഗുഡ് എയറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഇപ്പോൾ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഏരിയയിലുള്ള കളികളിൽ ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഏരിയയിൽ ബെസ്റ്റാ. ആ, നല്ല രീതിയിൽ നമ്മൾ സംഭവം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് നമുക്കൊരു 100 crore വരെയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിൽ കോൺഫിഡൻസ് ഉണ്ട്. 100% ഇത് ഈസിയാണ്. നമുക്ക് നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രോസസ്സ് ഒന്നുകൂടി നല്ല രീതിയിൽ ചെയ്താൽ മതി, വിപുലീകരിച്ചാൽ ആ മതി. മതി. പക്ഷേ നമുക്ക് ഇപ്പം ഞാൻ ആസ് എ ഫൗണ്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണ്. അപ്പോൾ നമുക്കൊരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പറ്റിയൊരു ടീം നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്യണം. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സൊമാറ്റോ. സൊമാറ്റോയിൽ ഇപ്പോൾ ദീപ് അതിൻ്റെ ഫൗണ്ടറിൻ്റെ കൂടെ ഗുജ്ജൻ പട്ടേദാർന്ന് അങ്ങനെ എന്തോ ഒരു പേര് അദ്ദേഹമാണ് ഉണ്ടായിരുന്നത്. ഈ സൊമാറ്റോ എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ആയിരുന്നു, ലിസ്റ്റ് ചെയ്യുന്ന ഫുഡ് ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇദ്ദേഹം ഇതിൻ്റെ ഈ ഗുജ്ജൻ എന്ന് പറഞ്ഞ ആളതിൻ്റെ ടെക്കിൽ വന്നപ്പോഴാണ് CTO ആയ സമയത്താണ് ഇത് ഇന്ന് കാണുന്നൊരു ഇതിലേക്ക് വന്നത്. ഒരു എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ഗ്ലോബൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മൈക്രോസോഫ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് OSലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് എന്ന് പറഞ്ഞ സംഭവം. ഇത് ഈ മൊബൈൽ ആപ്പ് റവല്യൂഷൻ പരിപാടികളൊക്കെ വന്ന സമയത്ത് ഇത് നോക്കിയ പോലെ ആവാൻ പോയ ഒരു സംഭവമാണ്. അപ്പോൾ ആ സമയത്താണ് 2014 തോന്നുന്നു സത്യ നദല്ല എന്ന് പറയണ അതിൻ്റെ ഒരു CEO വരുന്നു. ഈ സാധനത്തിനെ ക്ലൗഡ് ഫസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഇതിൻ്റെ എക്സ്പാൻഡ് ചെയ്യുന്നു. ആ OS എന്നുള്ള പരിപാടി മാറ്റി പുതിയൊരു ട്രാക്ക് ഇതിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ലെവലിലുള്ള ഒരു ആളുകൾ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മലയാളത്തിൽ തന്നെ മലയാളം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ C to Home, ഫ്രഷ് ടു ഹോം അതിൻ്റെ മാത്യു എന്നാണ് അതിൻ്റെ ഫൗണ്ടർ. C to Home എന്നായിരുന്നു. ഇത് 2015 ആ C to Home ഫ്രഷ് ടു ഹോം ആകുന്നു. അതിലേക്ക് ഷാൻ കടവിൽ നിന്നാണ് തോന്നുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ടീം വന്ന സമയത്താണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള 1000 കോടിക്ക് മേലെയുള്ള വാല്യുവേഷനിലേക്ക് ഈ ഫ്രഷ് ടു ഹോം മാറിയത്. സോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് എയർ അല്ലെങ്കിൽ ടീം ഗ്രീൻ ഇന്നോവേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റിനെ ഗ്ലോബലി അങ്ങനെ ഒരു സംഭവം ഇല്ല. നമുക്കൊരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പോൾ OEM എന്നൊക്കെ പറയും, നമ്മൾ കാറുകളായിട്ട് ടൈപ്പ് ആവാം. ബെൻസ്, BMW, ടൊയോട്ട ഇവർക്കൊക്കെ നമ്മൾ ടെക്നോളജി കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇത് ഞങ്ങൾ എത്രത്തോളം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാമായിരിക്കും. ചിലപ്പോൾ ഒരു 5 കൊല്ലം 10 കൊല്ലമൊക്കെ എടുക്കും, കൂടുതൽ എടുക്കുമായിരിക്കും. അപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരു ടീം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ നമ്മളായിട്ട് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഗുഡ് എയർ എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ലെവലിലേക്ക്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൊക്കോകോള കാണില്ലേ, പെപ്സി കാണില്ലേ, ടൊയോട്ട കാണില്ലേ, എല്ലാം വിദേശ രാജ്യങ്ങൾ ഗ്ലോബൽ ബ്രാൻഡ്സാണ്. അതേപോലെ ഇനിയിപ്പോൾ നമ്മൾ ഏതൊരു രാജ്യത്ത് പോയാലും, ഇപ്പോൾ വിയറ്റ്നാമിലോ അമേരിക്കയിലോ എവിടെ പോയാലും ഗുഡ് എയർ എന്ന് കാണുന്ന രീതിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആളുകൾ നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്യും. ചെറിയ സ്വപ്നങ്ങളൊന്നും അല്ല. എനിക്ക് എൻ്റെ പേഴ്സണൽ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 വർഷം മുന്നേ കംപ്ലീറ്റ് ആയി. എനിക്കൊരു ഐഫോൺ മേടിക്കണം, ഒരു ലക്ഷറി കാർ വേണം എന്നൊക്കെ ഉള്ളതായിരുന്നു. അത്രേ ഉള്ളൂ. അതൊക്കെ കംപ്ലീറ്റ് ആയി. ഇപ്പൊ നമ്മള് ഇപ്പൊ എന്റെ ഒക്കെ എന്താണ് ഇനി വേണ്ടത്? അല്ല, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തീർന്നു. എന്റെ ഹാപ്പിനെസ് ഇപ്പൊ എവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കൂടെ ഉള്ള ആളുകളെ ഹാപ്പി ആകുമ്പോഴാണ് എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഒരു കാറ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഇഷ്ടമില്ല എനിക്ക്. നമ്മളെ കൂടെ ഉള്ളവരോട് ചോദിക്കുക ഏത് വണ്ടിയാണ് ഇഷ്ടം. അതുപോലെ എൻ്റെ വൈഫാണെങ്കിൽ എൻ്റെ വൈഫിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മൊത്തം പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ കൺട്രീസ് ട്രാവൽ ചെയ്യുന്നു. ഇപ്പം എൻ്റെ മോള് 2 വയസ്സായിട്ടുള്ളൂ, ഏകദേശം 20 രാജ്യങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്. ഒപ്പം നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന നമ്മളെ ടീം മെമ്പേഴ്സ് ഉണ്ട്.
അപ്പോൾ അവരൊക്കെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഇനി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഹാപ്പിനെസ് ആണ് എനിക്കുള്ളൂ. അല്ലാണ്ട് നമുക്കൊന്നും അത്ര വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല. ഇല്ല. പക്ഷെ അപ്പൊ ഈ ഗുഡെയറിനെ ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആക്കണം എന്ന് പറയുന്നത് ഒരു ആഗ്രഹമല്ലേ? 100%. അത് ഞാനാക്കുന്ന എന്നെക്കാൾ എൻ്റെ കൂടെ ഉള്ളവരെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആക്കും. പറ്റും. സോ ഈ ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു ടൂളാണ് അതെ അതെ അല്ലെ, ഒരു അതെ മീഡിയമാണ് ഗുഡെയർ എന്ന് പറയുന്നത്. അതെ അതെ സോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇപ്പൊ യു ഹാവ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ്, ഉം. ഒരു പ്രോഡക്റ്റ്, ഉം. അതിന്റെ ഫ്യൂച്ചർ ഓൾമോസ്റ്റ് ഗ്യാരണ്ടീഡ് ആണ്. ഉം. ഇപ്പൊ പറഞ്ഞ പോലെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് ചേർന്നാൽ അതിന്റെ ഒരു ബിൽഡബിലിറ്റി, അത് വളർച്ച പെട്ടെന്നായിരിക്കും യെസ് താങ്കൾ യെസ് ഉദ്ദേശിച്ചതിനെക്കാട്ടും. യെസ് യെസ് അത് എല്ലാം ഒരു നിമിഷത്തിൽ നടക്കാവുന്ന സാധനം കൂടിയാണ്. ഒരു അതെ ഫോൺ അതെ കോളിൽ ചിലപ്പോൾ കറക്റ്റായി ആളെ വിളിച്ചാൽ കറക്റ്റ് അല്ലേ, അതെ 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 ഒരു നിമിഷത്തിൽ നടക്കാൻ പറ്റുന്ന കാര്യമാണ്. അതെ സോ ആസ് എ സക്സസ്ഫുൾ പ്രോഡക്റ്റ് ഉം. ഇന്നോവേറ്റർ, ഉം. ഓൺട്രപ്രണോർ, ഉം. അങ്ങനെ കുറെ വിശേഷണങ്ങളുണ്ട് ഉം. ഷഫീഖ് എന്ന് പറഞ്ഞ വ്യക്തിക്ക്. ഉം. യു ഹാവ് ഒരു മാപ്പ് അല്ലേ? ഉം. ഇപ്പോ താങ്കളുടെ കയ്യിൽ എനിക്ക് തോന്നുന്നു ഒരു സക്സസ്ഫുൾ ബ്രാൻഡ് ഉണ്ടാക്കാനുള്ള ഒരു ഉം. ഒരു ഫോർമുല ഉണ്ട് താങ്കളുടെ കയ്യിൽ. ഉം. ഉം. അപ്പൊ ഹൗ വുഡ് യു ലൈക്ക് ടു ഉം. ഐ എം ഷുവർ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ കുറെ ആൾക്കാർക്ക് സ്വന്തമായിട്ടുള്ള ബിസിനസ് തുടങ്ങാൻ താല്പര്യം ഉണ്ടാവും. അതെ അതെ പക്ഷെ അവർക്ക് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഉം. ട്രയൽ ആൻഡ് എറർ ചെയ്യാനുള്ള ഒരു പക്ഷെ പേഷ്യൻസ് ഉണ്ടാവില്ല, ഉം. മാനസികാവസ്ഥ ഉണ്ടാവില്ല, ഫൈനാൻസ് ഉണ്ടാവില്ല, യെസ് എന്തൊക്കെ കാരണങ്ങളാവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെ ഉം. പെട്ടെന്നല്ല ഒരു സക്സസ്ഫുൾ ബിസിനസ്സുകാരനാവണമെങ്കിൽ ഉം. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പൊസിഷനിലാണോ ഷഫീഖ്? ക്യാൻ യു ഹെൽപ്പ് ദം ഇൻ ടേംസ് ഓഫ്? നമുക്ക് ചെറിയ രീതിയിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുള്ളൂ. എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ പറയാറില്ല. അപ്പോൾ എൻ്റെ ഒരു അറിവനുസരിച്ച് ഇന്ന് ഓൺലൈൻ എന്ന് പറയണത് മാസീവ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കി, നമ്മൾ മുമ്പേ ചില സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ടാണ് മേടിക്കുക, ഏതെങ്കിലും ഷോപ്പിൽ പോകുന്നു. ഇന്ന് നമ്മൾ എത്രത്തോളം പുറത്ത് പോയി മേടിക്കുന്നുണ്ട്? ഇപ്പോൾ ഒരു 50% എന്തായാലും ഓൺലൈനായിട്ടുണ്ട്. പല ആളുകളും അതിൻ്റെ മേലെ ഓൺലൈനിലാണ് പർച്ചേസ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മലയാളികൾ ഇപ്പോഴും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നുണ്ടോ? ബിസിനസ് യെസ്, നമ്മൾ പർച്ചേസ് യൂസ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ചിലപ്പോൾ നമ്പർ 1 ആയിരിക്കും. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ക്ലോത്തിങ് ബ്രാൻഡ് ഇതിപ്പോൾ നമുക്ക് ലോഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ട്രഡീഷണലായിട്ട് നമ്മൾ ചിന്തിക്കുക, നേരെ പോകുന്നു MG റോട്ടിലൊരു പ്ലോട്ടിൽ ഒരു 50 ലക്ഷമോ 1 കോടിയൊക്കെ കൊടുത്തിട്ട് അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതെടുത്തിട്ട് നാളെ 2 ദിവസം കഴിഞ്ഞ ആളുകളില്ലെങ്കിൽ അത് ഫ്ലോപ്പാണ്. നമുക്ക് ആ ഡ്രസ്സ് ഉണ്ടാക്കുന്ന കോസ്റ്റ് പ്ലസ് എന്തെങ്കിലും ചെറിയൊരു കോസ്റ്റ് ഓൺലൈനിൽ നമുക്കിത് ലോഞ്ച് ചെയ്യാൻ വേണ്ടോ? എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്ത് പോയിട്ട് നമുക്ക് പിന്നീട് നമുക്ക് ഓഫ്ലൈനിലേക്ക് പോകാൻ പറ്റും. മാർക്കറ്റ് ടെസ്റ്റ് നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും വിചാരിക്കുന്നത് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വേണമെന്നാ. അങ്ങനെ ഇല്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു സർവീസ് ആണെങ്കിലും ഇപ്പോൾ ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു ലോയറാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു സിംഗറാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ആങ്കറാണ്, എന്ത് വേണമെങ്കിലും നമ്മളുടെ കഴിവ് നമുക്ക് ഇന്ന് ഓൺലൈനിൽ സെല്ല് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് വരാനുള്ള പ്ലാറ്റ്ഫോമുകൾ ഇന്ന് അവൈലബിൾ ആണ്. എങ്ങനത്തെ പ്ലാറ്റ്ഫോംസ്? ഒരു അതിലൊക്കെ ഇപ്പോൾ nas.com എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിലൊക്കെ nas.com. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യോഗ ടീച്ചേഴ്സ് ഉണ്ട് അവിടെ. അപ്പോൾ ഇവരുടെ നമ്മൾ വെറുതെ എൻലിസ്റ്റ് ചെയ്താൽ മതി, നമ്മൾ അതിലേക്ക് കയറുന്നു. അപ്പോൾ നമുക്ക് നമ്മളുടെ സർവീസസ് എന്താണെന്നുള്ളത് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യോഗ ചലഞ്ച് ഫോർ 1 വീക്ക്. അപ്പോൾ അതിനൊരു ചെറിയൊരു കോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ വരും. അപ്പോൾ അവിടെ പ്ലാറ്റ്ഫോമിൽ പേയ്മെൻറ്റ് ചെയ്താൽ നമ്മുടെ അക്കൗണ്ട് കണക്ട് ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് വരും. അത് നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഏത് ലെവലിലേക്ക് നമ്മൾ അതിനെപ്പറ്റി ബ്രാൻഡ് ചെയ്യുന്നു, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഓൺലൈൻ ബിസിനസ് തുടങ്ങാൻ പറ്റും. ഓക്കെ. പക്ഷേ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ഓൺലൈൻ അറിവ് വേണ്ടേ? യെസ്, ഇതൊക്കെ ഫ്രീ ആണ് യൂട്യൂബിൽ. നമുക്ക് യൂട്യൂബിൽ എന്ത് സംഭവം, ഇപ്പോൾ ഒരു പ്ലംബർ എന്ന് പറഞ്ഞ കാരണം പറയണേ, എങ്ങനെ എൻ്റെ പൈപ്പ് ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് നമുക്ക് അതിൻ്റെ ട്യൂട്ടോറിയൽ കിട്ടും. ഇപ്പം ഞങ്ങൾ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഞങ്ങളുടെ ഇ-കൊമേഴ്സ് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഏകദേശം 17,000 ആളുകൾ അതിൽ മെമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ പറയാറുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് 90% കാര്യങ്ങളും ഓൺലൈനിൽ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ 99% കാര്യങ്ങളും പഠിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തത് ഒരു ട്രയൽ എറർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആ പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ഡിസ്കസ് ചെയ്യാറുള്ളൂ.
അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന ഇതിൽ വേണമെങ്കിലും പോകാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ എടുത്തിട്ടും നമുക്കിന്ന് ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ഒരു പറ്റും. ചെറിയ രീതിയിലുള്ള ഒരു റിസർച്ച്, ഒരു ചെറിയ രീതിയിലുള്ള പഠനം അതെ. നിങ്ങൾ എന്ത് തുടങ്ങിയെങ്കിലും ആവശ്യമാണ്. ആവശ്യമാണ്. സ്കൂളിൽ പഠിച്ച് കോളേജിൽ പഠിച്ച വർഷങ്ങളൊന്നും അതിനെടുക്കില്ല. ഇല്ല 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 അല്ലേ? ഇല്ല ഇല്ല. പിന്നെ നമ്മൾ ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും ഇപ്പം ഞാൻ അല്ലെങ്കിൽ നമ്മളെ ടീം ഉള്ള ഒരു ഫിലോസഫി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാതിരിക്കുക. ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ചെയ്യുക. അതോ മാർക്കറ്റിൽ ഇല്ല. മാർക്കറ്റിലുള്ള ഒരു പ്രൊഡക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കും ഇല്ലാത്ത പ്രോഡക്റ്റ്? മാർക്കറ്റിൽ ഇല്ലാത്ത പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സംഭവം. ഓക്കെ, ഇനി മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അതിലൊരു ഇന്നോവേഷൻ കൊണ്ടുവരണം. മേക്ക് ഇറ്റ് ബെറ്റർ. എന്തെങ്കിലും ഒരു ഇന്നോവേഷൻ. ഗുഡ് എയർ മാർക്കറ്റിൽ ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണ്. ഇപ്പം ഞങ്ങൾ വേറൊരു പ്രൊഡക്റ്റ്, ഞങ്ങൾക്ക് വേറൊരു ബ്രാൻഡ് ഉണ്ട്, സപ്തവേദ ഹെർബൽസ്. യെസ്, അതിലേക്ക് എനിക്ക് ഇഷ്ടമുള്ള ഏരിയ. ആയുർവേദത്തിന്റെ മരുന്നുകളാണോ അത്? അതിൽ നമുക്ക് സോപ്പ് ഉണ്ട്, സൈനസൈറ്റിസിനുള്ള മെഡിസിൻ ഉണ്ട്, ഓക്കെ, ടോൺസിലൈറ്റിനുള്ള മെഡിസിൻസ് ഉണ്ട്. ഇതൊക്കെ പേറ്റന്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ്. റിയലി? Yeah. ഇതൊക്കെ പേറ്റന്റ് ആണ്. താങ്കൾക്ക് ഈ പേറ്റന്റും താങ്കളുമായിട്ട് ഒരു ഇത് ബന്ധമുണ്ടല്ലോ. ആയുർവേദിക് പേറ്റന്റ് താങ്കൾ പോയി എടുത്തതാണ്. മറ്റേ പേറ്റന്റ് അല്ല. ഓക്കെ, നമ്മൾ ഫോർമുല കൊടുക്കുമ്പോൾ നമ്മളെ മനസ്സിലായി. കേരള ഗവൺമെന്റ് തരുന്ന ഒരു പേറ്റന്റ്. ഗുഡ് ഗുഡ് ഗുഡ്. അപ്പൊ അതാണ്. അതിപ്പം സ്റ്റോഴ്സിൽ അവൈലബിൾ ആണോ? എവിടെയാണ് ഈ അത് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഓൺലൈനാണ്. ഓക്കെ, അത് എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരാൾ വന്ന് പർച്ചേസ് ചെയ്യുന്ന ഇതല്ല. ഞങ്ങൾക്ക് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഡോക്ടർ കൺസൾട്ടേഷൻ എടുക്കാം. ഓക്കെ, കൺസൾട്ടേഷൻ എടുത്ത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് സജസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ. അതല്ലെങ്കിൽ നമുക്ക് തന്നെ നാളെ ചീത്തപ്പേരായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ സൈനസൈറ്റിസ് ആണെന്ന് കാണുന്നവർക്ക് നമ്മളത് കൊടുക്കും. അതപ്പോ ഷോർട്ട് ഒരു ചെറിയ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ്. യെസ്, അതൊരു 700-ന്റെ ഉള്ളിലൊക്കെ വരുന്ന പ്രൊഡക്റ്റുകളാണ്. പ്രൈസ് അതോ നമ്പർ ഓഫ് പ്രോഡക്ട്സ്? പ്രൈസിങ് 700-നുള്ളിൽ എത്ര പ്രോഡക്ട്സ് എന്തിനൊക്കെയുണ്ട്? സൈനസൈറ്റിസ് ഉണ്ട്, ടോൺസ് ഉണ്ട്, പിന്നെ നമ്മൾക്കൊരു എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഹെർബൽ ഊത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. നോർമൽ ഊത് അറിയാലോ, മരത്തിന്റെ ഊതുണ്ട്. അതുപോലെ ബഹൂർ എന്ന് പറഞ്ഞ വേറെ സംഭവം ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. സോ അഗെയിൻ ദാറ്റ്സ് എ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ്. എന്താ പറഞ്ഞാൽ അത് നമ്മൾ കത്തിക്കുന്ന സമയത്ത് നമ്മളെ ബാക്ടീരിയ അത് ഒരു 80% ഇല്ലാതെയാകുന്ന സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അഗെയിൻ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ സോപ്പ് ചെയ്യുന്നുണ്ട്. സോപ്പിൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സോപ്പിൽ ഞങ്ങളാണ് ഫസ്റ്റ് ഇൻഫ്യൂസ്ഡ് വെറ്റിവർ കൊണ്ടുവന്നത്. വെറ്റിവർ റൂട്ട്സ് ഉണ്ടല്ലോ, രാമച്ചം. നമ്മൾ ഈ ശരീരത്തിൽ സോപ്പ് ഇട്ട് ഇങ്ങനെ ഉരക്കുന്ന സമയത്ത് ഇത് സെൽസ് ഇതാവുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രാമച്ചം എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. സോ അഗെയിൻ അതൊരു ഇന്നോവേഷനാണ്. അപ്പോൾ അത് ഇത്ര വോളിയത്തിൽ സെയിൽ നടക്കണമെന്നില്ല. അത് അറിഞ്ഞറിഞ്ഞ് വരുന്ന സമയത്താണ് അതിൽ സെയിൽസും കാര്യങ്ങളും നടക്കുക. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്നത് നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിലൊരു ഇന്നോവേഷൻ കൊണ്ടുവരണം. അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ മാർക്കറ്റിൽ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇറക്കണം, ലൈക്ക് ഗുഡ് എയർ. പെർഫെക്റ്റ്. ഇപ്പം കേരളത്തിനെ സംബന്ധിച്ച് എസ്പെഷ്യലി ബിക്കോസ് കേരളത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു ബിസിനസ്സുകാരനാണല്ലോ താങ്കൾ. കേരളത്തിൽ ഒരു ബിസിനസ്സുകാരൻ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? എനിക്കങ്ങനെ സമൂഹത്തിൽ ഞാൻ അതിനെ പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല. കേരളത്തിൽ അങ്ങനെ ചലഞ്ചസ് നമ്മളുടെ സമൂഹത്തിൻ്റെതായിട്ടുള്ള ചലഞ്ചസ് ഉണ്ടായിരിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്കുള്ള ഒരു അപ്രിസിയേഷനൊന്നും ചിലപ്പോൾ അവിടെ കിട്ടുന്നുണ്ടാവില്ല എന്നുള്ളൂ. പിന്നെ ബാക്കി ഇപ്പം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള നല്ല കാര്യമാണെങ്കിലും പറയാട്ടോ. ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഞങ്ങളെ ബിസിനസ്സിലുള്ള ഒരു ഡ്രോബാക്ക് എവിടെ കിടക്കണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ കേരളത്തിൽ എന്നല്ല ഓൾ ഇന്ത്യയിൽ ഒരു പ്രോപ്പർ ഡെലിവറി നെറ്റ്വർക്ക് ഇല്ല. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു 1000 പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ ഒരു 20-30% റിട്ടേൺ വരുന്നുണ്ട് പ്രൊഡക്റ്റ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെലിവറിയിൽ പല പ്രശ്നങ്ങളും സംഭവിക്കുന്നുണ്ട്. ചില ഡെലിവറി ഈ കസ്റ്റമറുടെ അടുത്തേക്ക് എത്തുന്നില്ല. അപ്പോൾ അവർ കസ്റ്റമർ ഇല്ല എന്ന് പറഞ്ഞ് റിട്ടേൺ ആക്കും. ഇപ്പോൾ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം പറഞ്ഞുതരാം. ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് എന്ന് അറിയാലോ, ഏറ്റവും കൂടുതൽ വോളിയം ചെയ്യുന്നതാണ്. പോസ്റ്റ് ഓഫീസിൽ നമ്മൾ COD കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ചില സമയങ്ങളൊക്കെ 1000 ഷിപ്മെൻ്റ് ഒക്കെ ഒരു ദിവസം കൊടുത്തിട്ടുണ്ട് പോസ്റ്റ് ഓഫീസിൽ. COD കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1000 ഷിപ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിലൊരു 300-400 COD ആയിരിക്കും. കസ്റ്റമറെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മളെ പ്രൊഡക്റ്റിന് ഒരു 2450 രൂപ എന്ന് വിചാരിക്കുക. കസ്റ്റമറോട് ചോദിക്കുകയാണ്, ക്യാഷ് തരാൻ പറയാണ്. അപ്പോൾ കസ്റ്റമർ പറയും ക്യാഷ് ആയിട്ടില്ല, ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്യാന്ന് പറയും. പോസ്റ്റ് ഓഫീസിൽ അവർ പറയുന്നത് എന്താ പറയുക, ഞങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ല. അതാ അത് ഞങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവർ അവരുടെ മേലേക്ക് അപ്ഡേറ്റ് ചെയ്യും. ഇന്നും കഴിഞ്ഞ ആഴ്ച അവരായിട്ട് മീറ്റിംഗ് ഇരുന്നതാ ഞങ്ങൾ. അപ്പോൾ കസ്റ്റമർക്ക് ഇറിറ്റേഷൻ ആവുന്നു, കസ്റ്റമർ നമ്മളെ ശപിക്കുന്നു,
പോസ്റ്റ് ഓഫീസിനെ ശപിക്കുന്നു, ലാസ്റ്റ് ഈ സംഭവം നമുക്ക് So, റിട്ടേൺ this തിരിച്ചെത്തുന്നു. is ഇപ്പൊ അങ്ങനെ ആമസോണിന്റെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ആമസോണിൽ അല്ല പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങൾ COD അയക്കുമ്പോൾ പോസ്റ്റ് ഓഫീസിലൂടെ അയക്കുമ്പോൾ ഒരു പ്രോഡക്റ്റ് അങ്ങനെ എത്ര പ്രോഡക്ട്സ് ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ടാവും? 100%. അതായത് ഈ ഒരു ബിസിനസ് ഇപ്പോൾ പ്രോപ്പർ ഡെലിവറി, ഇപ്പോൾ ഇത് കാണുന്ന ആർക്കെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ പറയുന്നത്, അത്യാവശ്യം നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു പ്രോപ്പർ ഡെലിവറി നെറ്റ്വർക്ക് അറ്റ്ലീസ്റ്റ് കേരളത്തിൽ തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, കസ്റ്റമർക്ക് കറക്റ്റായിട്ടുള്ള ഡെലിവറി എത്തിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാസീവായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആണുള്ളത്. There we go. ഈ ഷോയിലൂടെ നിങ്ങൾക്ക് ഒരു മാർക്കറ്റ് ഇല്ലാത്ത ഒരു ഏരിയ എല്ലാവർക്കും ഉണ്ട് ഈ പ്രശ്നം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എത്ര ആളുകൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സാരി അല്ലെങ്കിൽ അങ്ങനെയുള്ള എത്രയോ പരിപാടികൾ ചെയ്യുന്നുണ്ടല്ലോ, ഇവരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം അത് ഡെലിവറി പ്രോപ്പർ അല്ല എപ്പോഴും. ഞാൻ സർപ്രൈസ്ഡ് ആണ് ആക്ച്വലി. അതെ അതെ. അപ്പൊ ഈ ഗൂഗിൾ പേ എന്ന് പറഞ്ഞൊരു സിസ്റ്റം പോസ്റ്റ് ഓഫീസിലില്ല, പക്ഷേ ഇപ്പൊ ബാക്കിയുള്ള നെറ്റ്വർക്കുകളുണ്ട്. ഇപ്പൊ ഡൽഹി വറി, ബ്ലൂ ഡാർട്ട്, ഇവരൊക്കെ ഉണ്ട്. ഇപ്പൊ ബ്ലൂ ഡാർട്ട് ഒക്കെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ പിൻകോഡും കവർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ ഇന്ത്യൻ പോസ്റ്റ് ആണ് എല്ലാ സംഭവങ്ങളും ലോക്കലി റീജിയണലി ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും. അതിപ്പം ഡിസ്ട്രിക്ട് വൈസ് ആവാം, വാട്ട് എവർ. ഭയങ്കര ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. അഗെയിൻ ഇതേപോലെ തന്നെ ഇപ്പോൾ ഡാർക്ക് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. അത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഗുഡ് എയർ ഒരാൾ ഓർഡർ ചെയ്തു, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, കസ്റ്റമർക്ക് ഇവിടുന്ന് വിട്ടുകൊടുക്കുക ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് കൊച്ചിയിൽ നമ്മൾ തിരുവനന്തപുരത്തേക്ക് സെൻഡ് ചെയ്യുന്നു, ഒരു 2 days അവർക്ക് കസ്റ്റമർക്ക് ഡെലിവറി ആവും. ഇപ്പോൾ കസ്റ്റമർക്ക് വേണ്ടത് 10 മിനിറ്റ് 15 മിനിറ്റിൽ ഡെലിവറിയാണ് വേണ്ടത്. അപ്പോൾ അതാണ് ഇപ്പോൾ സെപ്റ്റോ അതുപോലെ തന്നെ ബ്ലിങ്കിറ്റ്, ഇൻസ്റ്റാമാർട്ട് ഒക്കെ ചെയ്യുന്നത്. അതൊക്കെ ചെയ്യുന്നത്. ഇത് ഡെലിവറി നെറ്റ്വർക്ക് ഇവരൊന്നും ഇപ്പോഴും ഫുള്ള് ഇതിൻ്റെ ഒപ്റ്റിമൈസ് ആയിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാ ജില്ലയിലും സപ്പോസ് പോസ്റ്റ് ഓഫീസിന് ഡാർക്ക് സ്റ്റോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. പോസ്റ്റ് ഓഫീസിൻ്റെ ഓർഡർ വരുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് 1 hour അല്ലെങ്കിൽ 2 hour ഡെലിവറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് അവർ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ ഐഡിയ ഇവർക്ക് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല, നമുക്ക് തന്നെ ചെയ്തപ്പോൾ സമയമില്ലല്ലേ. നമുക്ക് ഞങ്ങളുടെ ഫോക്കസ് കുറച്ചും കൂടി പ്രൊഡക്റ്റിലാണ്. മനസ്സിലായി. ഞാൻ ഇനി ആലോചിക്കേണ്ട സമയമുണ്ടോ, രഞ്ജിനിക്ക് വർക്കൗട്ട് ആവില്ല. Okay. So dark stores. Interesting. It's very, very interesting that sometimes ചില സമയത്തും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐഡിയാസ് വരുന്നത് is amazing, you know. ഇന്ന് ഷഫീഖ് ഇവിടെ ഇരുന്ന് when you look back at your entrepreneurial journey, business journey, ഈ എന്തൊക്കെയാണ് ആ ഒരു ഐഡിയയും ഇല്ലായിരുന്ന ഒരു വലിയതായിട്ടൊരു ഫ്യൂച്ചറിനെ കുറിച്ച് ധാരണയുമില്ലായിരുന്ന ചെക്കൻ വന്ന മാറ്റങ്ങൾ ആസ് എ ബിസിനസ് മാൻ, ആസ് എൻ ഓൺട്രപ്രനോർ, വാട്ട് ചേഞ്ചസ് ഹാവ് കം ടു യുവർ ലൈഫ്? ഞാൻ ഒന്നും കൂടി ഒരു ഡിസിപ്ലിൻഡ് ആയി എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ തീരെ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളായിരുന്നു. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സിനിമാ മേഖലയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇതില്ലല്ലോ. ഇപ്പോൾ ബിസിനസ്സിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അറ്റ് എനി കോസ്റ്റ് നമുക്കിത് സക്സസ് ആക്കിയേ പറ്റൂ. നമ്മൾ ആ ഒരു സംഭവം വന്നിട്ടുണ്ട് എന്നുള്ളൂ. അല്ലെ ബേസിക്സ് നമ്മളെ വാല്യൂസ് ഒന്നും മാറിയിട്ടൊന്നുമില്ല. അത് അന്നുള്ള അതേപോലെ സെയിം. ഇപ്പൊ എവിടെയൊക്കെ ഗുഡ് എയർ കൊടുക്കുന്നു? നെറ്റ്വർക്ക് എവിടെ വരെയൊക്കെ ഉണ്ട്? ഇപ്പൊ നമ്മൾ കുറെ ഓഫ്ലൈൻ ഓംനി ചാനലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ, ഓൺലൈനിൽ നിന്ന് തുടങ്ങി ഓഫ്ലൈനിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ ഒരു ലീഡിങ് പാർട്ട്ണറാണ് മൈജി. അതെ അതെ, മൈജിയിൽ ഞങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, വളരെ സപ്പോർട്ടീവാണ്. ഇപ്പോൾ അവരുടെ ഇപ്പോൾ ഷാജി എന്നൊക്കെ പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ ഇത് ഞങ്ങൾ സ്കെയിൽ ചെയ്യാൻ. ഇപ്പോൾ മൈജിയുടെ ഒരു മീറ്റിങ്ങിൽ മൈജിയുടെ ഒരു 5,000 CR ആണ് അവർ ടാർഗറ്റ് അവർ പറയുന്നത്. ഞങ്ങളോട് പറഞ്ഞ് ഇവിടെ ഒരു 1,000 crore നിങ്ങൾ ഗുഡ് എയർ ചെയ്യണമെന്ന് അവർ പറയുന്നത്. അപ്പോൾ അവർ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോൾ ബാംഗ്ലൂർ പല സിറ്റിയിലും. സോ അഗെയിൻ നെക്സ്റ്റ് പറഞ്ഞാൽ ലുലു. അതുപോലെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ പ്ലെയേഴ്സ് ഉണ്ട് നമ്മളായിട്ട് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഓഫ്ലൈൻ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, UAE എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. അതുപോലെ തന്നെ ഓസ്ട്രേലിയ, അതുപോലെ UK, പിന്നെ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആമസോൺ. മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഓൺ വെബ്സൈറ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കും. അപ്പോൾ goodAir.in എന്നുള്ള നമ്മളെ വെബ്സൈറ്റിലേക്ക് വരുന്നുണ്ട്. സോ ഇതിൽ ഈ ഗുഡ് എയർ എന്ന് പറയുമ്പം ലൈക്ക് യു സെഡ് ഇറ്റ് ഈസ് എൻ ഗുഡ് എയർ പ്യൂരിഫയർ. അതിന് വേറെ വേറെ അതിന്റെ കൂടെ ഒരു ലൈക്ക് ഐ ഹാവ് നോ, എനിക്ക് കൊണ്ടുവന്ന് തന്നൂടായിരുന്നു ഒരെണ്ണം. ഞാൻ എൻ്റെ വണ്ടി വെക്കൂലേ, ഞാൻ ശ്വസിക്കണ്ടേ? ഓ നൈസ്. ഇങ്ങനെ വേറെ വേറെ കളേഴ്സിലൊക്കെ വരുമോ? ഇതിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ട്. അത് കളർ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, പ്രൊഡക്റ്റ് സെയിം ആണ്. കാറിന്റെ ഇന്റീരിയറിന് അനുസരിച്ചിട്ടുള്ള കളേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. വെരി നൈസ്. ഇപ്പൊ തന്നെ ഞാൻ ഇതെന്റെ വണ്ടി തൂക്കാൻ പോവാണ്. ഇപ്പൊ തന്നെ അല്ലേ ഇത് കഴിഞ്ഞിട്ട് ഷൂട്ട്? ഒരുപാട് വണ്ടികളിലുണ്ട്. ആരുടെ വണ്ടിയിലുണ്ട് കേക്കട്ടെ? നമ്മളെ മുൻ മുഖ്യമന്ത്രി പിണറായി സർ,
അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി ഓക്കെ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ വണ്ടിയിലുണ്ടോ? ഉണ്ട്, ചെക്ക് ചെയ്ത് നോക്കിക്കോ. ആണോ? അപ്പൊ എല്ലായിടത്തും ഉണ്ട്. അതെ അതെ കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും എത്തിക്കഴിഞ്ഞു. അതെ ഇനി ബാക്കിയുള്ള ആൾക്കാരുടെയും കൂടെ വീട്ടിലല്ല വണ്ടിയിൽ എത്താൻ അതെ അതെ. പറ്റട്ടെ, എല്ലായിടത്തും എത്താൻ പറ്റട്ടെ. ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. കൂൾ, താങ്ക് യു. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ. ഓ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടാഗ് ഉണ്ട്. താങ്ക് യു. ഹാവ് എ ഗുഡ് എയർ. നൈസ്. അല്ല, ഗുഡ് എയർ എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാറുണ്ടോ? ഡയറ്റ് ഫോളോ ചെയ്യാറുണ്ട്? മാക്സിമം ട്രൈ ചെയ്യും. അതെ. സോ നമ്മൾ ഇത്ര ഹെൽത്തിയാണ് ആളുകൾ, ഇങ്ങനെ എല്ലാ പരിപാടികളും അതെ, ചെയ്യുന്നത്. ഇപ്പൊ എസ്പെഷ്യലി ഈ അതെ, കാലത്ത്. എന്നിട്ട് നേരെ ചെന്ന് കയറുന്നത് കാറിലാണ്. കാറിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്? ഓ, ചില സമയത്ത് യാത്രയൊക്കെ ചെയ്യുമ്പോൾ 4-5 മണിക്കൂറൊക്കെ 4-5 വൺ മണിക്കൂർ. വേ. അതെ അതെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ UK ഒരു ആസ്റ്റൺ യൂണിവേഴ്സിറ്റി എന്നാണ് എൻ്റെ ഓർമ്മ, എന്റെ ബ്രദർ ബ്രദർ പഠിച്ചത്. അവരുടെ ഒരു പഠനമുണ്ട്. അവർ പഠനത്തിൽ പറയണത് എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ടോയ്ലറ്റ് ഉണ്ടല്ലോ, അതിനേക്കാളും ഡേഞ്ചറാണ് കാറിന്റെ ഉള്ളിലത്തെ അവസ്ഥ എന്നുള്ളത്. യെസ്, അതാണ്. അപ്പൊ ഈ ഒരു ഫാക്ട് ആളുകൾക്ക് അറിയില്ല. അപ്പൊ അവിടെയാണ് നമ്മള് ഇപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ഡയറ്റോ നിങ്ങൾ എന്ത് ഹെൽത്തി ആയിട്ടോ കാര്യമില്ല, നിങ്ങളുടെ യെസ് എത്ര ടൈം നമ്മൾ എടുക്കുന്നുണ്ട്. നിങ്ങൾ കാറിന്റെ ഉള്ളിൽ ഗുഡ് എയർ ഇല്ലെങ്കിൽ നിങ്ങൾ മരിച്ചിരിക്കുന്നു. അതാണ് അതിന്റെ ഫാക്ട്. അത് ഞാനിപ്പോ അത് കുറച്ച് ഇതാക്കി പറഞ്ഞു. സത്യം ആക്ച്വലി അതാണ്. അപ്പൊ ഈ ഒരു സംഭവം നമുക്ക് വേൾഡിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു. സോ ഐ ഹാവ് ടു ആസ്ക് യു, ഇത് പറയുന്നുണ്ട് അപ്പൊ ഗുഡ് എയറിൽ കെമിക്കൽസ് അങ്ങനെ ഒന്നുമില്ല? ഇല്ല, അങ്ങനെ വല്ല ഹാർംഫുൾ കെമിക്കൽസ് ഒന്നുമില്ല. അങ്ങനെ വല്ല എന്താ പറയാ അപ്രൂവൽസ് കിട്ടിയിട്ടുണ്ടോ? അങ്ങനത്തെ വല്ല അത് ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം പറഞ്ഞുതരാം. ഇൻട്രസ്റ്റിംഗ് അല്ല, ഒരു നമ്മളുടെ ഗുഡ് എയർ കാറിന്റെ ഉള്ളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സ്മെല്ല്, അതുപോലെ തന്നെ ടോക്സിക് ഗ്യാസസ് മൂലമുള്ള മോഷൻ സിക്നെസ് ഇല്ല എന്നുള്ളത് ക്ലിനിക്കൽ പ്രൂവൺ ആണ്. നമ്മള് ഇതിന് കൊടുക്കണം, നമ്മള് ക്ലിനിക്കൽ സ്റ്റഡിക്ക് കൊടുക്കണം. എനിക്ക് മോഷൻ സിക്നസ് ഭയങ്കരമായിട്ടുള്ള ആളാ. അത് സ്മെല്ല് കാരണമാണോ എന്നുണ്ടെങ്കിൽ അത് രണ്ട് രീതിയിലാണ് വരിക. ഒന്ന്, നമ്മള് കാറിൽ സഞ്ചരിക്കുമ്പോ വിഷ്വൽ സാധനം ഉണ്ട്, പിന്നെ നമ്മളിങ്ങനെ ഈ കയറുമ്പോ തല ഇറങ്ങിയിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ. ഇതല്ലാതെ ഇത് ഒരു 50% അതൊക്കെ ഉണ്ട്. അതൊന്നും നമുക്കിത് മാറില്ല. നിങ്ങള് സ്മെല് ചെയ്തിട്ട് വരുന്ന സാധനം അത് 100% ഇല്ല എന്നുള്ളത് ക്ലിനിക്കൽ പ്രൂവൺ ആണ്. വെരി ഗുഡ്. അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പേറ്റന്റിന് കൊടുത്തിട്ടുള്ളത്. നോട്ട് ബാഡ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ കാർ പ്യൂരിഫിക്കേഷൻ മാത്രമല്ലല്ലോ, ഇപ്പൊ വീട്ടിലും നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാലോ. അങ്ങനെ യു ഹാവ് എ വീടിന് വെക്കാനുള്ള പ്യൂരിഫയർ ഓപ്ഷൻ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഗുഡ്, ഞാൻ തന്ന ഐഡിയ ആണ്. അപ്പൊ ഐ വാണ്ട് ടു നോ എന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ട് ഗുഡ് എയർ എന്ന് പറയുമ്പോൾ? കാർ പ്യൂരിഫയർ ഉണ്ട്, ഹോം ഉണ്ട്, നമുക്കിപ്പോ വരാൻ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങള് കാറായ കാരണം തന്നെ ഇതുപോലെ തന്നെ വേറൊരു സ്റ്റഡി ഉണ്ട്. ഒരുപാട് ആക്സിഡന്റ്സ് കണ്ണ് കാണാതെ പോയിട്ടുണ്ടാവുന്നുണ്ട്. അതായത് കണ്ണ് കണ്ടിട്ടും ഈ നമ്മളുടെ വിൻഷീൽഡിന്റെ പ്രശ്നങ്ങൾ കാരണം. സോ നമ്മളൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വിൻഷീൽഡിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ട്. അത് നമ്മള് വെള്ളം ഒഴിക്കുക, ഈ വിൻഷീൽഡ് ഒഴിച്ചു കൊടുത്താൽ മതി. ഈവൻ കോഴിമുട്ട ഞങ്ങൾ എക്സ്പെരിമെന്റ് ഒക്കെ ഉണ്ട്, ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും ഒറ്റ ഇതിൽ ക്ലീൻ ആവും. വൈപ്പ് ചെയ്തിട്ട് ഇതാകും. അപ്പൊ അങ്ങനെ ഒരു പ്രൊഡക്റ്റും കൂടി ഉണ്ട്. അല്ല, അത് ഇത് ഗുഡ് എയർ 2.0 എന്ന് പറയുന്നത് ഗുഡ് എയറിന്റെ സീരീസ് ആണ്, പ്യൂരിഫയറിന്റെ സീരീസ് ആണ്. ഇപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ഉണ്ടായിരുന്നത് നോർമൽ ഗുഡ് എയർ. അപ്പൊ 2019-20 ഒക്കെ ഗുഡ് എയർ ആണ്. പിന്നെ 2023 ആ സമയത്താണ് ഗുഡ് എയർ 2.0 റോബോ 2 അതല്ലേ എന്തിരൻ. പിന്നെ ഇപ്പോ റീസെന്റ് ആയിട്ട് ലാസ്റ്റ് ഇയർ ഗുഡ് എയർ 3.0. അപ്പൊ ഡിസൈനിൽ മാറ്റം വരും, ഫോർമുലേഷനിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ട് പുതിയ സീരീസ് ഇറക്കും. Okay, another thing I wanted to ask you, Shafiq, you're ഒരു ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റും കൂടിയാണ്, ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് വലിയ അറിയാവുന്ന ഒരാളാണ്. ഞാൻ നോട്ടീസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പം ബോളിവുഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഒക്കെ നോക്കുകയാണെങ്കിൽ കുറെ സെലിബ്രിറ്റീസ് ഇപ്പം ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് മനസ്സിലാക്കി ഇ കോമേഴ്സിലേക്കൊക്കെ എത്തുന്നു, ഓൺലൈൻ ബിസിനസ്സിലേക്ക് വരുന്നു. D2C, that's what you call them, അല്ലേ? അപ്പോ അതിന്റെ ഒരു സാധ്യത മലയാളികളായ നമ്മള്, എസ്പെഷ്യലി നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ, അതോ അതിനൊരു പോസിബിലിറ്റി ഉണ്ടോ? അത് ഞാൻ ഇത് യൂസ് ചെയ്യുന്ന രണ്ടാളുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ ബോളിവുഡ് നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കത്രീന കൈഫിന്റെ കെ ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. സോ ഇവരിത് സ്റ്റാർട്ട് ചെയ്തത് ഒരു 2 CR ലെവലിലുള്ള ഇൻവെസ്റ്റ്മെന്റിലാണ് ഇവർ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവർ നൈക്കാനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇന്ന് അതിന്റെ ഒരു വാല്യുവേഷൻ 350 CR ആണ്.
കെ ബ്യൂട്ടിയുടെ മാത്രമേ ഞാൻ പറഞ്ഞത്. Wow. ഇപ്പൊ നയൻതാരയുടെ ബ്രാൻഡ് ഉണ്ട്, ഫെമിനൈൻ, പിന്നെന്തോ ഒരു നയൻ സ്കിന്നോ അങ്ങനെ Something പറഞ്ഞിട്ട് like that, അല്ല, yeah. പിന്നെ ലിപ് ബാം കമ്പനി, Mm. ഒരു ഡോക്ടർ റെറ്റീന എന്ന് പറഞ്ഞ അവരായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. Okay. ഇപ്പൊ നയൻതാരയുടെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഫ്ലോപ്പ് ഒരു സംഭവം കൂടി ഉണ്ട്. ഒരു ചായ്വാല എന്ന് പറഞ്ഞിട്ട് 2021 അവർ തുടങ്ങിയിട്ട് അതൊരു ഫ്ലോപ്പ് ആയിരുന്നു ആ സംഭവം. Okay. കമ്മിങ് ടു അവരുടെ D2C ബിസിനസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ 3 ബ്രാൻഡുകൾ ഇവർ ചെയ്യുന്നുണ്ട്. Mm. അപ്പൊ ഈ D2C is direct to customer. ഡയറക്ട് ടു Yeah. കസ്റ്റമർ. അപ്പൊ പണ്ടത്തെ ഓർമ്മകളിലൊക്കെ ഞാൻ അതെ അതെ. അപ്പൊ ഈ നയൻതാരയുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇഷ അംബാനിനായിട്ട് എന്താ ടിര ബ്യൂട്ടി എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ Okay. അവരുടെ അവിടെയാണ് ഇപ്പൊ ഈ നയൻ സ്കിന്നും ഫെമിനൈനും ഒക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. Okay. അപ്പൊ ഇവര് സിനിമയിൽ നിന്ന് ഉണ്ടാക്കുന്നതിനേക്കാളും എത്രയോ ടൈംസ് ആണ് ഇവർക്ക് എന്തുണ്ടാക്കാൻ പറ്റുന്നത്, ഓൺലൈൻ ബിസിനസ് ഈ D2C D2C-യുടെ. ഇതിൽ കൂടെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇവരുടെ ഫെയിമാണ്. ഇവരുടെ ഇപ്പൊ ഹൃതിക് റോഷന്റെ ഒക്കെ HRX എന്ന് പറഞ്ഞിട്ടുള്ള Yes, ബ്രാൻഡ് ഉണ്ട്. ഞാനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. 1500 കോടിയാണ് അതിന്റെ മേലെയാണ് അതിന്റെ ഒക്കെ വാല്യുവേഷൻ. Really? ഒന്നും വേണ്ട, ദുൽഖറിന്റെ കേസ് എടുക്കാം. ആ പക്ഷെ ദുൽഖറിന്റെ അപ്രോച്ച് വേറെ രീതിയിലാണ്. ആ ഇപ്പൊ ദുൽഖറിനെ പറ്റിയിട്ട് അറിയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം US പോയിട്ട് ഒരു മാനേജ്മെന്റ് ബിസിനസ് ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്തു വന്ന ആള് ശരിക്കും ഒരു ബിസിനസ് മാൻ ആണ്. ഉം. ആക്ടർ എന്നുള്ളത് വേറെ ലെവലാണ്, ആള് ശരിക്കും ഒരു ബിസിനസ് മാനാണ്. അപ്പൊ ആളുടെ ഒരു വെൽബീങ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു, ഇദ്ദേഹം അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ആണോ എന്ന് എനിക്കറിയില്ല, അതിന്റെ ഒരു 79% സ്റ്റേക്ക് വേറൊരു ഫാർമ കമ്പനി മേടിച്ച് അത് ഏകദേശം ഒരു 1000 കോടിക്ക് മേലുണ്ട് തോന്നുന്നുണ്ട്. Really? തോന്നുന്നുണ്ട്, എനിക്ക് ആ ഫിഗർ കറക്റ്റ് അറിയില്ല. എഗെയിൻ അൾട്രാ വയലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ട് ഇവരുടെ, ദുൽഖർ അതിൽ ഇൻവെസ്റ്റഡ് ആണ്. ഉം. അപ്പോൾ ദുൽഖർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സോഹോ പോലത്തെ വേറെയുള്ള പ്ലേയേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, അവരൊക്കെ ഇന്റർനാഷണൽ ലെവലിൽ ഉം. ഇൻവെസ്റ്റ്മെന്റാണ്. അപ്പൊ ഈ ദുൽഖർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് D2C സ്റ്റാർട്ട് ചെയ്യല്ല ചെയ്യുന്നത്, നല്ല പെർഫോം ചെയ്യുന്ന D2C ബ്രാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക മറ്റേ ചെയ്യുന്നത്. നമ്മൾ റിലയൻസിൽ കൊണ്ടിട്ട പോലെ. അത് നമ്മൾ ഇട്ട പോലല്ല. ഇപ്പൊ നല്ല ബ്രാൻഡുകൾ അത് അവർ റിസർച്ച് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് ഇവിടെ ഇട്ടാൽ ഇത് ഡെഫിനറ്റ്ലി ഗ്രോ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ബൈ ഔട്ട് പ്രതീക്ഷിക്കാം. അത് എത്രയോ, അതായത് അവര് സിനിമ കരിയറിൽ നിന്ന് ഉണ്ടാക്കുന്നതിനേക്കാളും എത്രയോ റിട്ടേൺസ് ഇപ്പോഴുള്ള സ്റ്റാർസിനൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പൊ നമ്മൾ ഓഫ്ലൈനിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഗെയിമല്ല. ഇപ്പൊ ഓഫ്ലൈനിൽ മൾട്ടി ബില്യൺ അല്ലെ ബില്യൺസ് ടേൺ ഓവർ ചെയ്യുന്ന കമ്പനി ചിലപ്പോൾ ഓൺലൈനിൽ ഷൈൻ ചെയ്യണം എന്നില്ല. അത് മാത്രമല്ല അതിന്റെ റീച്ചിങ് കപ്പാസിറ്റി വേറെ അല്ലേ. സ്ട്രാറ്റജി എൻ്റെ ഡിഫറെന്റ് ആണ്. Entirely ഇപ്പൊ different ഞാനിപ്പോ ഓൺലൈനിൽ പറയുന്ന സാധനം അല്ല ഓഫ്ലൈനിൽ നടക്കുക. ഉം. അതായത് ഓൺലൈനിൽ നമ്മൾ ബിസിനസ് ചെയ്യണമെങ്കിൽ അതിന് വേറെ തന്നെ ഒരു പണി എടുക്കാനുണ്ട്. Yes. അതിന്റെ ഒരു ഓഫർ പോസ്റ്റർ ഇമ്പോർട്ടന്റ് ആയിരിക്കും, കളർ തീം ഇമ്പോർട്ടന്റ് ആയിരിക്കും, ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നാൽ എങ്ങനെ റിപ്ലൈ പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളായിരിക്കും. 3 മാസം വെബ്സൈറ്റിൽ കയറാണ്ടിരുന്ന് കഴിഞ്ഞാൽ ആൾക്ക് വിളിച്ചിട്ട് ഒരു മെസ്സേജ് പോകേണ്ടി വരും, 20% ഓഫ് ഉണ്ട് ഇപ്പോൾ പോരെന്ന് പറയേണ്ടി വരും. ഉം. പല ആക്ടിവിറ്റീസ് നമുക്ക് ഇതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ സെലിബ്രിറ്റീസിന്റെ സംഭവം പറയുകയാണെങ്കിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന്, പക്ഷെ ഇനി വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഉം. പല ആളുകളും ഇപ്പോൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളിപ്പോൾ പറയുന്ന സെലിബ്രിറ്റീസിനൊക്കെ അവർക്ക് അവരുടെ റീച്ച് വളരെ വലിയ റീച്ച് ആണല്ലോ. അത് ക്യാപിറ്റലൈസ് ചെയ്തിട്ട് ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും ഇനിയും വലിയ റിട്ടേൺ വലിയ റിട്ടേൺ, അതായത് അവരുടെ നെക്സ്റ്റ് ജനറേഷൻ വരെ കൊണ്ടുപോകാൻ പറ്റുന്ന വെൽത്ത് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി വെരി വാലിഡ് പോയിന്റ്, എസ്പെഷ്യലി ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അത്രയും വലിയ ഓപ്പർച്യൂണിറ്റി ആണ് ഓൺലൈൻ അല്ലെങ്കിൽ ഇ കോമേഴ്സ് നൽകുന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രൊഡക്റ്റ് നന്നായിരിക്കണം. അത് മറക്കരുത്. സെലിബ്രിറ്റി ആയിട്ടും കാര്യമില്ല, പ്രൊഡക്റ്റ് 100% ഇതായിരിക്കണം. ഫേസ് ഇവരുടെ വന്നു, ഇവർ അതിനെ മാർക്കറ്റ് ചെയ്ത് ഇവർ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേറെ ലെവലിലേക്ക് It can go ഒരു big. സംശയവും വേണ്ട. ഓക്കെ, ഷഫീഖിന്റെ ലൈഫിൽ എന്തെങ്കിലും റിഗ്രറ്റ്സ് ഉണ്ടോ? ഇത്രയും ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ജേർണി ആണ് ഇതുവരെ. അതിപ്പോ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഉം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ബിസിനസ് പാഷൻ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടോ തുടങ്ങിയതല്ല. ഞാൻ ഇതിലേക്ക് വന്നതാണ്. ഒരു ദിവസത്തിലോ 2 ദിവസത്തിലോ ആണ് എനിക്ക് ഇങ്ങനെ ഒരു തോട്ട് വരുന്നതും വിത്ത് ബ്രാൻഡ് നെയിമിൽ നമ്മളിത് സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നതും. പക്ഷെ ഇതിൽ വന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം വളരെയധികം മോശം അവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ എൻ്റെ ലൈഫ് ഞാൻ 100% ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് എനിക്ക് ഈ പ്രൊഡക്റ്റിനോട്. ഈ പ്രൊഡക്റ്റ് നോട് ഇപ്പം എന്തെങ്കിലും ഒരു കസ്റ്റമർ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ നമ്മളെ ടീം മെമ്പേഴ്സ് എന്തെങ്കിലും ഒരു സംഭവം ഇതാകുമ്പോൾ ഞാൻ വളരെ ഇമോഷണൽ ആകും. ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടും, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, അതങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ഒരു സമയത്ത് ചെയ്തത് ഈ ബ്രാൻഡാണ്. അപ്പം എനിക്ക് ഈ ബ്രാൻഡ് വരുമ്പോൾ തന്നെ എന്നെ സപ്പോർട്ട്, എന്നെ ഇതുപോലെ വിശ്വസിച്ചിട്ടുള്ള ഒരാളാണ് എൻ്റെ ഫാദർ. അപ്പം ഞാൻ നമ്മളൊരു ലെവലിൽ കഴിയുമല്ലോ, നമ്മളൊരു
കുറച്ച് കഴിയണ സമയത്ത് എനിക്ക് എന്തെൻ്റെ ഫാദറിന് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്ന് ഞാനിങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ എൻ്റെ ഫാദറിൻ്റെ കയ്യിലൊരു ഹീറോ ഹോണ്ട ബൈക്കൊക്കെ ഉണ്ടായിരുന്നു, കാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാനൊരു ഈ ഹീറോ ഹോണ്ട എന്ന് പറഞ്ഞ ബൈക്കിൻ്റെ പുറകിലിരുന്നിട്ട് പോകുന്ന ഒരു ഓർമ്മ ഉണ്ട് എനിക്ക്. അപ്പം ഞാൻ എൻ്റെ ഫാദറിനോട് പറയും നമുക്കൊരു കാറ് മേടിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഫാദർ പറയും നമുക്ക് മസ്ദ എന്ന് പറഞ്ഞ കാറ് മേടിക്കാം, ബെൻസ് എന്നൊക്കെ പറഞ്ഞ കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളോട് പറയണ എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഒരു സമയം വന്ന സമയത്ത് ഞാൻ എൻ്റെ ഫാദറിനൊരു ബെൻസ് കാർ ഗിഫ്റ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫാദറിന് ഈ കാറ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫാദർ നടക്കുന്ന സമയത്ത് അതായത് അത്ര പ്രായമായിട്ടില്ല, ഹെൽത്ത് വീക്കായി തുടങ്ങി, ഒരു 65 ഒക്കെ അത്ര ഏജ് ആയിട്ടുള്ളൂ. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, ഫാദറിന് ഏത് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ ആ സമയത്ത് തൃശ്ശൂർ അതുപോലെ തന്നെ എറണാകുളത്തുള്ള എല്ലാ ഹോസ്പിറ്റലിലും ഞാൻ പോയി, ഫാദറിനായിട്ടല്ല, ഞാൻ പോയിട്ട് പറഞ്ഞു ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട്, ഇതിനെന്താ ചെയ്യുക. അപ്പോൾ ചില ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു നിങ്ങളിപ്പോൾ ഓപ്പറേഷനൊന്നും ചെയ്യണ്ട. ചില ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇത് വന്നത് പറഞ്ഞാൽ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ആള് ഇനി വീഴും അല്ലെങ്കിൽ കെടുപ്പിലാകും, അങ്ങനത്തെ ചെയ്തിട്ട് ഇല്ലെങ്കിൽ ചിലവർ ചെയ്യണ്ടെന്ന് പറഞ്ഞു. പ്രായം എങ്ങനെയാണ് ചെയ്യേണ്ടത് രണ്ടും പറഞ്ഞു. ഞാൻ എൻ്റെ ഫാദറിനോട് ചോദിച്ചു എന്ത് വേണം എന്ന് ചോദിച്ചു. ഫാദർ ഇങ്ങനെ പറഞ്ഞു അത് ചെയ്യാമോ, ആൾക്കും ഒരു ഇമോഷണലായിട്ട് ഈ ഒരു ഇത് ഇങ്ങനെ വീഴാൻ പോവുക, ഇതായി ഭയങ്കരമായിട്ടൊരു ഫീലായി പോയി അത്. ഞാനൊരു ഹോസ്പിറ്റലിൽ, ഞാനിപ്പോൾ ആ ബ്രാൻഡ് നെയിം ഒന്നും ഞാൻ പറയണില്ല, ഒരു ഹോസ്പിറ്റലിൽ അവരെ ട്രസ്റ്റ് ചെയ്തിട്ട് പോയിട്ട് ചെയ്യാണ് നമ്മൾ ആ സർജറി ചെയ്യാണ്. സർജറി ചെയ്തിട്ട് അത് കഴിഞ്ഞപ്പോൾ ഫാദറിന് ന്യൂമോണിയ വന്നു. ആ ന്യൂമോണിയ പിന്നെ റിക്കവറി ആയില്ല, അത് അങ്ങനെ ഫാദർ മരണപ്പെട്ടു. അപ്പം എൻ്റെ ഒരു മനസ്സിൽ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷമം എനിക്കുള്ളൂ. കാരണം നമ്മൾ ആ സമയം നമ്മൾ ചിലപ്പോൾ ആലോചിക്കും അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലും, ഒരിക്കലും മായാത്ത ഒരു ഭയങ്കരമായിട്ട് എന്നെ ഹോണ്ട് ചെയ്യുന്നൊരു സാധനമായി മാറിയത്. എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എനിക്ക് എന്താണ് ഒരു എനിക്ക് എന്താണ് അച്ചീവ്മെന്റ്, ഇനി എന്താ ചെയ്യാനുള്ളതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ അല്ലെങ്കിൽ എൻ്റെ മദർ അവരുടെ മുന്നിൽ അവരെന്നെ എന്താ ചെയ്യാ പ്രൂവ് ചെയ്യാൻ, അവരെ പ്രൗഡാക്കാൻ, അതാണ് എൻ്റെ ഒരു അതെ പ്രൗഡാക്കലായിരുന്നു. പിന്നെ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ ഫാദറും ഇല്ല മദറും ഇല്ല എന്നുള്ളൊരു ഇത് വരുന്ന സമയത്ത് എന്ന് വിചാരിച്ച നമ്മള് ആരും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മുടെ ഉള്ളില് ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അയ്യോ എനിക്കത് വളരെ, ഞാൻ ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ അതിന്റെ ഫ്രണ്ടിൽ കൂടെ എനിക്ക് പോകേണ്ടി വരാറുണ്ട് പല കാര്യങ്ങളും. അപ്പൊ ഇത് കാണുന്ന സമയത്ത് എനിക്ക് അവിടുത്തെ എല്ലാ സാധനം, ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ഒരു 15 തവണ പോയിട്ടുണ്ട് ഇത് ചെയ്ത അല്ലെ എൻ്റെ കോൺസിക്വൻസും കാര്യങ്ങളും. അപ്പൊ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, അവര് പറയണത് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ആ ബർഡൻ ക്യാരി ചെയ്യും, അതിന്റെ ഒരു വെയിറ്റ്. ഐ ആം റിയലി സോറി ടു ഹിയർ. അത് അങ്ങനെയാണ്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വിഷമമുള്ള കാരണം എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു കേട്ടോ, നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ വേറെ അതിനേക്കാളും വലിയൊരു പ്രശ്നം വന്നെങ്കിലും. ജീവിതത്തിൽ നമ്മളാകെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, എന്തൊക്കെ നടന്നാലും നമ്മൾ എന്തൊക്കെ പ്ലാൻ ഇട്ടാലും നടക്കേണ്ടതേ നടക്കും. അതിൽ നമുക്കൊരു കൺട്രോൾ ഇല്ല. പിന്നെ ഒരു എല്ലാത്തിനും അതിന്റെ ഒരു അതങ്ങനെ ഫ്ലോയിൽ പോകും. അതെ, നമ്മൾ കുറച്ച് സങ്കടപ്പെടേണ്ടി വരും, നമുക്ക് ദുഃഖങ്ങൾ ക്യാരി ചെയ്യാനുള്ളൊരു. ഞാൻ എന്റെ അമ്മേനെ ഇങ്ങനെ ഒരു സർജറി കയറ്റിയിട്ടുണ്ട്, അതിന് ഇന്നും ഞാൻ തെറിയോട്ടോണ്ടിരിക്കുകയാണ്. ബിക്കോസ് അന്ന് കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയി, നമുക്കൊന്നും പറയാൻ പറ്റില്ല എങ്ങനെ വർക്ക്ഔട്ട് ആവുന്ന. ബട്ട് അച്ഛന്റെയും ഉപ്പയുടെയും ഉമ്മയുടെയൊക്കെ ഒരു ബ്ലെസ്സിങ് എന്തായാലും ഷഫീഖിന്. ഞാൻ ഇപ്പൊ നമ്മള് അത് രഞ്ജിനി കണ്ണേറിൽ വിശ്വസിക്കുന്നുണ്ടോ? കണ്ണ് വിശ്വസിക്കണ്ട, വിശ്വസിക്കുന്നുണ്ട്. അത് നമ്മള് ഈ ഇൻഡസ്ട്രിയിൽ കുറച്ച് കൂടുതലാണല്ലോ, ഞങ്ങളൊക്കെ ഒരു മീഡിയയിൽ ഉള്ളത് കൊണ്ട്. എന്റെ ഒരു കോൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളുടെ ഫാദറിന്റെ മദറിന്റെ നമ്മൾ പറയും കുരുത്തെന്നൊക്കെ പറയും, ഈ സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്കത് എഫക്ട് ചെയ്യില്ല.
എന്തായാലും അതൊരു എനർജി ആണല്ലോ. അതിനേക്കാളും വലിയൊരു പോസിറ്റീവ് എനർജി നമുക്ക് നമ്മുടെ ചുറ്റുമുണ്ടെന്നുണ്ടെങ്കിൽ ചുറ്റുമുണ്ട്. ഒരു സംഭവം നടക്കില്ല. Yeah, good. That's a good thing. And I'm sure that അവരുടെ ആ ഒരു ബ്ലെസ്സിങ് ഇനി ഫ്യൂച്ചറിലേക്കും ഗുഡ് എയറിന്റെ ഗ്രോത്തിനൊക്കെ ഉണ്ടാവും. ബട്ട് ഐ ഡു വാണ്ട് ടു നോ, ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ കുറെ പ്രോഡക്ട്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പുതിയ ബ്രാൻഡ്സ് ടീം ഗ്രീനിന്റെ കീഴിൽ വരുന്നുണ്ട്. അപ്പൊ സപ്തവേദയും ടീം ഗ്രീനിന്റെ അടിയിൽ തന്നെയാണോ? അല്ലല്ല, രണ്ടും രണ്ട് എൻറ്റിറ്റി അപ്പൊ ആണ്. ഈ സപ്തവേദ സപ്തവേദ എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ഒരു ഫൗണ്ടറും കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ റാസിഫ് മുഹമ്മദ്. ടീം ഗ്രീൻ എന്ന് പറയുന്ന സമയത്ത് ഞാനുണ്ട്, പിന്നെ നമ്മളെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള സാലിം നിസാർ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. സപ്തവേദ വേറൊരു കമ്പനിയാണ്, ടീം ഗ്രീൻ വേറെ കമ്പനിയാണ്. ടീം ഗ്രീനിന്റെ അണ്ടറിലാണ് ഗുഡ് എയർ ഉള്ളത്. സപ്തവേദ എന്ന് പറയുന്ന കമ്പനിയുടെ അണ്ടറിൽ തന്നെ സപ്തവേദ പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. അപ്പൊ സപ്തവേദയിൽ ഇനി എന്താണ് ഫ്യൂച്ചർ ഫോർ സപ്തവേദ? സപ്തവേദ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇന്നോവേറ്റീവ് ആയുർവേദിക് പ്രൊഡക്ട്സുകൾ ഇറക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു റിസപ്ഷനാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ സൈൻ 7 എന്നൊക്കെയുള്ള പ്രൊഡക്റ്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സൈനസൈറ്റീസ് എന്ന് പറഞ്ഞ അസുഖം വന്നു കഴിഞ്ഞാൽ അത് വന്നവർക്ക് അറിയുള്ളൂ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അത് ഇപ്പോൾ ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ പറയുന്നില്ല. ഇതെന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. നെറുകയിൽ 2 തുള്ളിയോ 3 തുള്ളി ഇട്ടിക്കുക, ബാക്കിയുള്ളത് ഇവിടെ തേക്കുക. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ഡിഫറൻസ് നമുക്ക് നല്ല റിസൾട്ട് ആണ്, ഡിഫറൻസ് കാണാൻ പറ്റും. പിന്നെ ഡോക്ടേഴ്സ് അതിന്റെ ഒരു കോഴ്സ് ഇത് പറയുന്നുണ്ട് ഓഫ് കോഴ്സ്, ബട്ട് ഒരു ഗെയിം ചേഞ്ചർ ആണ്. ഇപ്പോൾ where do we buy this? ഓൺലൈനിലുണ്ട്, ഓൺലൈനിൽ തന്നെയുണ്ട്. നമ്മൾ സപ്തവേദ.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിലാണ് നമ്മളിപ്പോൾ സെല്ല് ചെയ്യുന്നത്. പിന്നെ എൻക്വയറീസ് വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആ തോന്നുന്നുണ്ട്, വി കെയർ എന്നൊക്കെ പറഞ്ഞ ഫാർമസിയിലൊക്കെ. Okay, good. So now what I have to ask you is, we're almost winding up. എനിക്ക് ചോദിക്കേണ്ടത്, ഷഫീഖിന് as a businessman, as the founder of Good Air, Saptaveda, what would you like to tell customers? ഞങ്ങളുടെ ഒരു കസ്റ്റമേഴ്സാണ് നമ്മളെല്ലാം. അതെ, കസ്റ്റമേഴ്സ് കിങ് അങ്ങനെയല്ല ഞാൻ പറയണത്. ഈ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരുത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എൻ്റെ ബ്രാൻഡും കസ്റ്റമേഴ്സുമാണ്. ഞാൻ എത്ര വലിയ ബ്രാൻഡ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, അത് കസ്റ്റമേഴ്സ് മേടിക്കുന്നില്ലെങ്കിൽ അതിൽ കാര്യമില്ല. അപ്പോൾ കസ്റ്റമേഴ്സിനോട് 100% നീതി പുലർത്തുക എന്നുള്ളതാണ്. അതിൽ നമ്മളൊരു ലാഭമോ അല്ലെങ്കിൽ മറ്റുള്ള പരിപാടികളോ ഒന്നുമില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, നല്ല പ്രൊഡക്റ്റുകൾ ഇറക്കുക, അല്ലെങ്കിൽ അത് അവരുടെ ലൈഫിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. ഇപ്പോൾ ഒരു കാറിലുള്ള ഈ പ്രശ്നം കൊണ്ട് പല സ്റ്റഡീസ് ഉണ്ട്, ക്യാൻസർ വരെ, ശ്വാസകോശ സംബന്ധമായ ക്യാൻസർ വരെ വരുന്നുണ്ട് എന്നുള്ള പഠനമുണ്ട്. ഗുഡ് എയർ ഉപയോഗിച്ചിട്ട് അത് ഇല്ലാതെ ആയി കഴിഞ്ഞാൽ അതിലും വലിയൊരു പുണ്യം വേറെ ഇല്ലല്ലോ. അതെ. ആൻഡ് ഐ തിങ്ക് അത് ഷഫീഖ് പറയേണ്ട ആവശ്യമില്ല. ആമസോൺ ഗ്ലോബലിലും ആമസോൺ UAE-ലും ആമസോൺ ബെസ്റ്റ് സെല്ലർ എന്ന താങ്കളുടെ പ്രോഡക്റ്റ് പ്രൂവ് ചെയ്തിട്ടാണ് ഇത്രയും വർഷങ്ങളായി ഈ ഒരു ബ്രാൻഡ് നിലനിൽക്കുന്നത്. സോ ഐ തിങ്ക് യു ഓൾറെഡി യുവർ പ്രോഡക്റ്റ് ഷൈൻസ് ബ്രൈറ്റ്. അപ്പം അതിന്റെ ഒരു കോൺഫിഡൻസ് ഷഫീഖിനുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഇനിയും വലിയ വലിയ വളർച്ച വരട്ടെ. ഐ ഹോപ്പ് ടു സീ യു ആസ് എ ഗ്ലോബൽ ബ്രാൻഡ്. ഗ്ലോബൽ ലെവലിലേക്ക്. അതെ അതെ അതെ, ഐ കൻ സീ ദാറ്റ് ഐ എം ടോക്കിംഗ് ടു സംബഡി ലൈക്ക് ദാറ്റ്. ലൈക്ക് യു സെഡ്, നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ഒരു ക്വാളിറ്റിയിലും അതിന്റെ യുണീക്നെസ്സിലും ഡിപ്പെൻഡ് ചെയ്യും നമ്മളുടെ ഒരു ഗ്രോത്ത്. And I can see that you have hit the gold mine. So I think ഇത്രയും നാളും താങ്കളെ ഹെൽപ്പ് ചെയ്ത, നല്ല വായു ശ്വസിക്കാൻ ലഭിച്ച ഗുഡ് എയറിലൂടെ ഒരു ആൾക്കാരുണ്ട്. ഇനി ബാക്കിയുള്ള ലോകത്തിലും അത് സ്പ്രെഡ് ആവട്ടെ. I hope you can spread good air through the universe. Amen. It was lovely meeting you, Shafiq. Thank you so much. Yes, wishing you the best. Thank you so much. Thank you.